പള്ളിക്കൽ ബസാർ കോയക്കുട്ടി ഉസ്താദ് നഗരിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നു. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, റാസിദ് ഗസാലി, സയ്യിദ് മുബഷിർ ഹുദബി തങ്ങൾ, സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ കണ്ണന്തളി, സോലിഹ് അൻവരി തൊടുപുഴ, സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ, ജമല്ലലി തുടങ്ങിയ പ്രഗത്ഭർ 3 ദിവസങ്ങളിലായി പ്രഭാഷണം നടത്തുന്നുണ്ട്. ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കർമ്മമണ്ഡലങ്ങളിൽ അർത്ഥവ്യത്യാസങ്ങളിലൂടെ നിഗൂഢതയിലേക്ക് കാലം വഴിയടയാളം തീർക്കുമ്പോൾ നിസ്വാർത്ഥ സേവനത്തിന്റെ പാരമ്പര്യ പ്രൗഢിയിൽ ആദർശവിശുദ്ധിയുടെ വർണ്ണനകൾ തീർത്തെഴുതിയ പകരം വെക്കാനില്ലാത്ത കൈരളിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SKSSFന്റെ ആദർശ പോരാട്ട ഭൂമികയിലെ ജാജുല പ്രതിഭ SKSSFന്റെ ഇസ്തിഖാമയുടെ സംസ്ഥാന കൺവീനർ ഉസ്താദ് മുസ്തഫ അഷ്റഫി കക്കുപടി എൽസിരി സയ്യിദ് നമ്മെ അഭിസംബോധനം ചെയ്യുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം സവിനയം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅത്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ വകൂനൂ ബിനിഅ്മത്തില്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅ ഫഅലഫ ബൈന ഖുലൂബിക്കും വഅസ്ബഅതും ബിനിഅ്മതിഹി ഇഖ്വാനാ وكنتم على شفا حفرة من النار. സമാധാനായ യോഗാധ്യക്ഷൻ അബ്ദുൽ കലാം പുതിയോടുത്തുപുറം സാഹിബ് ഈ മഹത്തായ വേദിയിൽ നമ്മോട് പ്രമേയ പ്രഭാഷണം നിർവഹിച്ച പ്രിയങ്കരനായ സത്താർ പന്തല്ലൂർ സാഹിബ്, അഭിമന്യരായ വേദിയിലും സദസ്സിലുമായിട്ടുള്ള പണ്ഡിത മഹത്തുക്കളെ, പ്രിയങ്കരനായ ആസിഫ് ദാരിമി, നല്ലവരായ രക്ഷിതാക്കളെ, കർമ്മോത്സുകരായ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, SKSS പുളിക്കൽ മേഖല സംഘടിപ്പിച്ച മദീന പാഷന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. വളരെ ആനുകാലികമായ ഒട്ടേറെ വിഷയങ്ങളെക്കുറിച്ച് അഭിമന്യരായ ഉസ്താദ് അബ്ദുൽ ഹമീദ് അമ്പലക്കടവും പ്രിയങ്കരനായ സത്താർ പന്തല്ലൂർ സാഹിബുമൊക്കെ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ഇനി അല്പം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ യാതൊരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ അത് ഖിയാമത്ത് നാൾ വരെ തന്നെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരുവിധ മാറ്റിത്തിരുത്തലുകൾക്കും ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ച ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇന്നൊന്ന് നാളെ വേറൊന്ന് മറ്റൊന്നത് രണ്ടുമല്ലാത്ത മറ്റൊന്ന് എന്നൊരു രീതിയൊന്നും ഇസ്ലാമില്ല. അതൊരാൾക്ക് മാറ്റാനും കഴിയുകയില്ല. വിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥമായ രൂപങ്ങൾക്ക് യാതൊരു മാറ്റം വരുത്താൻ ഒരാൾക്കും സാധ്യമല്ല. ബഹുമാനായ സത്താർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും പ്രധാനമന്ത്രിമാർക്കോ ഏതെങ്കിലും ഭരണകൂടത്തിനോ ഒന്നിനും തന്നെ അതിന് സാധ്യമല്ല. അത് ഖിയാമത്ത് നാൾ വരെ നാം ആടതിന് നാം ഇറക്കിയത് നാം തന്നെ നിലനിർത്തുമെന്ന് അള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകിയതാണ്. പക്ഷേ വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ തന്നെ ചില ആളുകൾ ചില സമയങ്ങളിൽ ഇതിന്റെ ആശയങ്ങൾ മാറ്റാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ആ മാറ്റങ്ങളും നിലനിൽക്കുന്നതല്ല. ഇപ്പൊ നമുക്കറിയാം, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചില പ്രസ്ഥാനങ്ങളൊക്കെ ഒന്നിക്കാൻ പോകുന്നു കേൾക്കുന്നു. ഒന്നിച്ചോട്ടെ, നമുക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. രണ്ട് വിഭാഗത്തിന് മറുപടി പറഞ്ഞ് ഒറ്റ വിഭാഗത്തിന് പറഞ്ഞാൽ മതി, സുഖമാണ്. ഒന്നിച്ചിട്ട് നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചു പോയത് എങ്ങനെ ഒന്നിക്കൽ.
ഒന്നിക്കലെങ്ങനെയാ? കേവലം ഒരു സംഘടനാ പ്രശ്നമാണെങ്കിൽ ഒന്നിക്കാമായിരുന്നു. അതല്ലല്ലോ ഉള്ളത്. ഒരു നിലക്കും യോജിക്കാൻ കഴിയാത്ത അടിസ്ഥാനപരമായ വിശ്വാസപരമായ കാര്യങ്ങളാണ് തർക്കമുള്ളത്. ഒരു വിഭാഗത്തെ കുറിച്ച് മറുവിഭാഗം പറയുന്നു, ഒരു നിലക്കും അവരോട് യോജിച്ചുകൂടാ എന്നാണ് ഇക്കാൻ അവരെ പറഞ്ഞത്. എന്തെങ്കിലും സംഘടനാപരമായ പ്രശ്നമായിരുന്നെങ്കിൽ, ഏതെങ്കിലും സ്ഥാപനത്തെക്കുറിച്ചുള്ള തർക്കമായിരുന്നുവെങ്കിൽ, നേതൃപദവിയെക്കുറിച്ചുള്ള തർക്കമായിരുന്നുവെങ്കിൽ അതൊക്കെ ഒന്നിക്കാമായിരുന്നു. പക്ഷെ അതല്ലല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു വിഭാഗം ഷിർക്കാണെന്ന് പറഞ്ഞത് മറുവിഭാഗം തൗഹീദായിട്ടാണ് പ്രചരിപ്പിച്ചത്. മറുവിഭാഗത്തിനടുക്കൽ തൗഹീദായത് ഈ വിഭാഗത്തിനടുക്കൽ ഷിർക്കായിട്ടാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇരുവിഭാഗം പറഞ്ഞു മറുവിഭാഗത്തെക്കുറിച്ച് അവർ മുശ്രിക്കാണ്, കാഫിറാണ്. ചെറിയൊരു വിഷയം എന്നല്ല പറഞ്ഞത്, മുശ്രിക്കാണ്, കാഫിറാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രമുഖനായ പണ്ഡിതൻ മുജാഹിദ് ബാലുശ്ശേരി, അദ്ദേഹം പരസ്യമായിട്ടെന്നറിഞ്ഞു മടവൂർ വിഭാഗത്ത് ഒരിക്കലും സഹായിക്കാൻ പാടില്ല, സഹായിച്ചാൽ പടച്ചോങ്ങളെ വെറുതെ എന്നാണ്. പിന്നെ എങ്ങനെ ഇവർ ഒന്നിക്കുക? അതെങ്ങനെയാണ് ഒന്നിക്കുന്നതിന്റെ മാനദണ്ഡം എന്താ? അള്ളാഹു വെറുതെ വിടില്ല എന്ന് പറഞ്ഞത്, അതോ ഇപ്പൊ പടച്ചു തമ്പുരാൻ ജിബിരിൽ ഇറക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ ഒന്നിച്ചോളി, ഞാൻ വെറുതെ വിട്ടോളാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്ന ഈ പുളിക്കല്ല അറിയാതെ പെട്ടുപോയ മുജാഹിദ് സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പാവങ്ങളാണ്, നിങ്ങൾ അറിയാതെ പെട്ടുപോയവരാണ്. ഓൺലൈൻ നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമുകളെയും മറ്റുമായിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഇതര പ്രസ്ഥാനത്തിൽ പെട്ടുപോയവരോട് സ്നേഹത്തോടെ പറയാനുള്ളത്, നിങ്ങൾ പാവങ്ങളാണ്, നിങ്ങൾ ഇതായിരിക്കും ശരിയെന്ന് മനസ്സിലാക്കി പെട്ടുപോയവരാണ്. പക്ഷേ നിങ്ങൾക്ക് 2002 വരെ ഒരു തൗഹീദായിരുന്നു. അത് 2012 വീണ്ടും മാറി, 2012 വീണ്ടും മാറി, 2012 കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും മാറി. ഇപ്പോൾ എത്ര ഗ്രൂപ്പുകളാ? ഒരു ഭാഗത്ത് ജിന്നൂരി, മറുഭാഗത്ത് എൻസൂരി, ഇപ്പുറത്ത് മടവൂരി, അപ്പുറത്ത് ഇരുവേറ്റി, ഇപ്പൊ ഏറ്റവും ഒടുവിൽ ആട്, പൂച്ച, എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ ഗ്രൂപ്പുകളാ. പണ്ട് പനിയൊക്കെ ഇങ്ങനെ ഈ മൃഗങ്ങളെ പേരിലുണ്ടായിരുന്നു, പൂച്ചപ്പനി അല്ലെ, പന്നിപ്പനി, ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ ഒരു പ്രസ്ഥാനം തന്നെ ഓരോ മൃഗങ്ങളെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി, ജിന്ന്, ആട്, എന്തൊക്കെ പേരില്ല. ഞാനിവിടെ പെട്ടുപോയ മുജാഹിദ് സുഹൃത്തുക്കളോട് സ്നേഹത്തോടെ പറയുന്നു, പടച്ചവനെ കുറിച്ച് പേടിയുണ്ടെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കും. ഞങ്ങളെ കുറ്റപ്പെടുത്താൻ പറയല്ല. എങ്ങനെയാണ് ഈ ഒന്നിക്കലിനെ നിങ്ങൾക്ക് അനുകൂലിക്കാൻ കഴിയില്ല? അങ്ങനെയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റായി എന്നല്ലതിന്റെ അർത്ഥം. ആദ്യം മുജാഹിദ് ബാരിശ്ശേരി എന്ന് പറയട്ടെ, ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. വാചകം കൊണ്ട് പോലും ഓലെ സപ്പോർട്ട് ചെയ്താൽ പടച്ചോങ്ങളെ വിടൂല. മടവൂർ ഗ്രൂപ്പിന്റെ ആളുകൾ ഒരു വാചകം കൊണ്ട് പോലും പ്രശംസിച്ചാൽ അല്ലാഹു നിങ്ങളെ വിടൂല. എത്ര കടുപ്പാണ്. മടവൂർ വിഭാഗത്തിനോടൊരു വാക്കുകൊണ്ടെങ്കിലും സഹകരിച്ചാൽ പടച്ചുള്ള വെറുതോടില്ല. അത് മൂപ്പർക്ക് പടച്ച് നേരിട്ട് ഉറപ്പ് കൊടുത്തായിരിക്കാം. അപ്പൊ ഇവരൊക്കെ നേരിട്ടുള്ള കൈകാര്യങ്ങളാണല്ലോ. മടവൂർ വിഭാഗത്തിനോട് വല്ലൊരു വാക്കുകൊണ്ടെങ്കിലും സഹകരിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബുകൾ വെറുതോടൂല. പറയട്ടെ, ഒരു ഉറുപ്പ്യക്ക് റിയാൽ സംഭാവനയായിട്ട് കൊടുത്താൽ ആ സംഭാവന പടച്ചോൻ കൊടുക്കൂല. ഒരു റിയാൽ കൊടുത്ത പടച്ചു കൊടുക്കൂല. ആർക്ക്? മടവൂർ വിഭാഗത്തിന് ഒരു റിയാൽ സംഭാവന കൊടുത്താൽ പോലും പടച്ചം കൊടുക്കൂല. അത്ര വലിയ തിന്മയിലേക്കാണ് ഇവർ കൊണ്ടുവന്നത്. അത്ര വലിയ തിന്മയിലേക്കാണ് മടവൂർ വിഭാഗം നിങ്ങളെ കൊണ്ടുപോകുന്നത്. പിന്നെ എങ്ങനെ കൂട്ടരെ അവരോട് യോജിക്കുക? പടച്ചം പൊറുക്കൂല എന്ന് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് അവർക്കുള്ള അനൈക്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയുകയില്ല. അറിയാതെ പെട്ടുപോയ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അവർക്കൊരു മാറ്റമുണ്ടായാൽ അവരെങ്ങാനും ഒന്ന് കിടക്കുമ്പോ ചിന്തിച്ചു പോയാൽ അല്ലാഹ് അറിയാതെ പെട്ടുപോയല്ലോ, ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ അറിയാതെ പെട്ടുപോയല്ലോ, എനിക്ക് ഹിദായത്തിലേക്ക് തിരിച്ചു വരണമെന്നൊരു ചിന്ത അവരെ മനസ്സിലേക്ക് കടന്നു വന്നെങ്കിലോ എന്നൊരാഗ്രഹം കൊണ്ടാണ് നമ്മൾ പങ്കുവെക്കുന്നത്. അല്ല, അവരാക്ഷേപിക്കാനല്ല. എനിക്കുറപ്പാണ് ഈ ശബ്ദം പുളിക്കലങ്ങാടിയിൽ ഇതര പ്രസ്ഥാനത്തിൽപ്പെട്ടവർ കേൾക്കുന്നുണ്ടാകും.
ഞാൻ അവിടെ ചോദിക്കട്ടെ, ഇത് ശരിയല്ലേ? എന്തൊക്കെയായിരുന്നു നിങ്ങൾ പരസ്പരം പറഞ്ഞാരോപിച്ചത്? 1921 മുതൽ 2002 വരെ ഈ സമുദായത്തെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ മുശ്രിക്കെന്ന് കാഫിർ എന്ന് നാട് നീളെ പ്രസംഗിച്ച നിങ്ങൾ അല്ലേ? എന്തൊക്കെയാണ് ഈ സമുദായത്തെക്കുറിച്ച് പ്രസംഗിച്ചത്? ഇത്ര വേദനയുണ്ട് നമുക്ക്. നമ്മുടെ ആലിമീങ്ങളെക്കുറിച്ച്, നമ്മുടെ സാദാത്യങ്ങളെക്കുറിച്ച്, നമ്മുടെ മഹത്തുക്കളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അവരൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. ഒരാളെ മുശ്രിക്ക് എന്ന് പറയണമെങ്കിൽ, കാഫിർ എന്ന് പറയണമെങ്കിൽ പറയുന്നവൻ കാഫിറായിരിക്കണം, പറയപ്പെടുന്നവൻ കാഫിറായിരിക്കണം. പറയപ്പെടുന്നവൻ കാഫിറല്ലെങ്കിൽ പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി പറയാണ്, കുഫരിയത്ത് നമ്മളിലേക്ക് മടങ്ങി വരുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ കാഫിർ എന്ന് പറയണമെങ്കിൽ പറയപ്പെടുന്നവൻ കാഫിറായിരിക്കണം, അതല്ലെങ്കിൽ പറയുന്നവൻ കാഫിറായി തരുമെന്നാണ്. ഇവരാരെക്കുറിച്ചൊക്കെ കാഫിർ എന്ന് പറഞ്ഞത്? നമ്മുടെ ആലിമീങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? എത്ര മോശമായിട്ടാണ്. ശംസുൽ ഉലമയെക്കുറിച്ച്, കണ്ണിയത്ത് ഉസ്താദിനെക്കുറിച്ച്, ഇന്നലകളിൽ ജീവിച്ചുപോയ മഹാരഥന്മാരായ ആലിമീങ്ങളെക്കുറിച്ച്, സാദാത്യങ്ങളെക്കുറിച്ച്, മഹാരഥന്മാരായ സ്വാലിഹീങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവരൊക്കെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ്. അപ്പൊ അള്ളാഹു കൊടുത്തൊരു ശിക്ഷയാണ്. പിന്നീട് അവർ പരസ്പരം പറയാൻ തുടങ്ങിയ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. എന്തൊക്കെ പറഞ്ഞു? കേവലം ഒരു സംഘടനാ പ്രശ്നമല്ല അവർക്കിടയിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഒരു സംഘടനാ പ്രശ്നമല്ല. നമ്മളെക്കുറിച്ച് എന്തായിരുന്നു ആരോപിച്ചത്, അതേ വിഷയത്തിൽ തന്നെയായിരുന്നു അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായത്. എന്താ നമ്മളെക്കുറിച്ച് ആക്ഷേപിച്ചത്? നമ്മൾ മറഞ്ഞ വഴിയിലൂടെ, അദൃശ്യമായ വഴിയിലൂടെ, അഭൗതികമായ വഴിയിലൂടെ അള്ളാഹു അല്ലാത്തവരിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നു, അള്ളാഹു അല്ലാത്തവരിന്ന് ശിർറ് പേടിക്കുന്നു. ഈ പ്രതീക്ഷയും ഈ പേടിയും രണ്ടും ശിർക്കാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ നിന്ന്, ഔലിയാക്കളിൽ നിന്ന് വല്ല ഗുണവും പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുശ്രിക്കായി. അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ സഹായിക്കുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാമിക വൃത്തത്തിന് പുറത്തു പോകാൻ കാരണമാണ് പോലും. അങ്ങനെയാണെങ്കിൽ സഹാബത്തുക്ക് ഇസ്ലാം എന്ന് പുറത്തു കൊണ്ടേ, സഹാബത്തുക്ക് ഇസ്ലാം എന്ന് പുറത്തു കൊണ്ടേ. പല ഘട്ടങ്ങളിലും മഴയില്ലാതിരിക്കുമ്പോൾ, കാലിന് രോഗം വരുമ്പോൾ, കയ്യിന് രോഗം വരുമ്പോൾ, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ആ സഹാബത്തോടി വന്നില്ലേ? പുണ്യനബിയോട് സങ്കടം പറഞ്ഞില്ലേ? അവരൊക്കെ പുണ്യനബിയിൽ സഹായം പ്രതീക്ഷിച്ചില്ലേ? പറയേണ്ടി വരില്ലേ അവരൊക്കെ കാഫിറാണെന്ന്? എന്നാൽ ഇതേ വിഷയം കുറച്ചു കാലം കഴിഞ്ഞപ്പോ പരസ്പരം ആരോപിക്കാൻ തുടങ്ങി. എന്തു പറഞ്ഞിട്ട്? മറഞ്ഞ വഴിയിലൂടെ ഒരു ഗുണം പ്രതീക്ഷിക്കുകയോ, മറഞ്ഞ വഴിയിലൂടെ ഒരു വസ്തുവിന്റെ, വ്യക്തിയുടെ, ശക്തിയുടെ ഉപദ്രവം പേടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിക വൃത്തത്തിന് പുറത്താണ്. അതുകൊണ്ട് മടവൂർ വിഭാഗം പറഞ്ഞു ഔദ്യോഗിക മുജാഹിദുകൾ ഇസ്ലാം എന്ന് പുറത്താണ്. മടവൂർ വിഭാഗം പറഞ്ഞു KNMകാർ ഇസ്ലാം എന്ന് പുറത്താണ്, മുശ്രിക്കാണ്. മുശ്രിക്കാൻ തന്നെ പറഞ്ഞു, പച്ചയായി പറഞ്ഞു. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, മലക്കുകളിൽ നിന്ന്, ജിന്നുകളിൽ നിന്ന് ഒരു സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാൽ മതി, അവർക്ക് സഹായിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചാൽ മതി, മുശ്രിക്കാകുന്ന. നോക്കൂ നിങ്ങൾ, എന്റെ കയ്യിൽ കാണുന്നത് അബ്ദുസ്സലാം സുല്ലമി എഴുതിയ പുസ്തകമാണ്, ജിന്ന് പിശാച് സിഹർ. ഈ പുസ്തകത്തിൽ പറയുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധരായ മലക്കുകൾക്ക്, ജിന്നുകൾക്ക് വല്ല സഹായം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. മലക്കുകൾക്ക് നമ്മളെല്ലാം സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ സഹായം തേടൊന്നും വേണ്ട. മലക്കുകൾ നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാണ്. ജിന്നുകൾ സഹായിക്കുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാണ്. എന്താണ് ഈ പറയുന്നത്? മലക്കുകൾ സഹായിക്കുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. പരിശുദ്ധരായ ബദരീങ്ങളെ സഹായിച്ചതാരാ? മലായിക്കത്തല്ലേ? ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞതുപോലും അങ്ങനെയല്ലേ? നിങ്ങളിലേക്കിതാ ആയിരക്കണക്കിന് മലായിക്കത്തിനെ ഇറക്കിക്കൊണ്ട് അല്ലാഹു സഹായിക്കുന്നു. ഇവർ പറയുന്നു മലക്കുകൾ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ഇസ്ലാം എന്ന് പുറത്താണ്. ജിന്നുകൾ സഹായിക്കുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്താണ്. എന്നാൽ ഇത് മറുവിഭാഗത്തിന്റെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നു അങ്ങനെ വിശ്വസിക്കൽ നിർബന്ധമാണ്. എങ്ങനെ വിശ്വസിക്കൽ? മലക്കുകൾക്കും ജിന്നുകൾക്കും സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇതിൽ പറയുന്ന അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ കാഫറാകും. ഇത് പറഞ്ഞ് വിശ്വസിച്ചേ പറ്റൂ, വിശ്വസിച്ചില്ലെങ്കിൽ അതാണ് തെറ്റ്. നിങ്ങൾ യോജിക്കുമ്പോൾ ഏത് പുസ്തകം സ്വീകരിക്കും? ഇത് സ്വീകരിക്കൂ, ഇത് സ്വീകരിക്കൂ? അതറിയണല്ലോ. ഏതാ ശരി? ഇതാണ് ശരിയെങ്കിൽ, ഔദ്യോഗിക പക്ഷത്തിന്റെ വാദമാണ് ശരിയെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, മടവൂർ വിഭാഗത്തിന്റെ ഒട്ടേറെ ആളുകൾ ഇന്നലകളിൽ മരണപ്പെട്ടുപോയി, അവർ മുശ്രിക്കായി മരിച്ചുപോയി എന്ന് പറയേണ്ടി വരില്ലേ?
ഇതാണ് ശരിയെങ്കിൽ ഔദ്യോഗിക പക്ഷത്തിന്റെ ഒട്ടേറെ ആളുകൾ ഇന്നലകളിൽ മരണപ്പെട്ടുപോയി, അവരൊക്കെ മുശ്രിക്കായി മരിച്ചുപോയി എന്ന് പറയേണ്ടി വരില്ലേ? എന്ത് ചെയ്യും? എങ്ങനെയാലും പ്രശ്നമാണ്, എങ്ങനെയാലും പ്രശ്നമാണ്. എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കൂ, ഏതിന്റെ കൂടെ നിങ്ങൾ നിൽക്കും? അപ്പൊ സത്യത്തിൽ അവർ നിങ്ങളെ പറ്റിച്ചതല്ലേ? നേതാക്കന്മാർ നിങ്ങളെ പറ്റിച്ചതല്ലേ? എന്നിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധരായ മലക്കുകളെ കുറിച്ച് മാത്രമല്ല, ജിന്നുകളെ കുറിച്ച്, പിശാചിനെ കുറിച്ചൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നു, അവർക്കൊന്നിനും കഴിയില്ല. അപ്പൊ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഈ കോട്ടുവായിടുമ്പോ അല്ലെ, കോട്ടുവായിടുമ്പോൾ നമ്മൾ കൈ തടച്ചു പിടിക്കുന്നതിനാ? പിശാചിന്റെ ശരണത്തൊട്ട് കാവലിന് ചോദിക്കാനാ. ഇതിൽ പറയുന്നത് അത് പിശാചൊന്നുമല്ല. ഏത് ഏത് നമ്മൾ ഈ കോട്ടുവായിടുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ അത് ശൈത്താൻ എന്ന് പറഞ്ഞാൽ പിശാചൊന്നുമല്ല അവിടുത്തെ അർത്ഥം. അവിടെ അലസത എന്നർത്ഥം വെക്കണം. അപ്പൊ എന്താ അർത്ഥം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട അലസതയെ തൊട്ട് അല്ലാഹു നിന്നോട് കാവലിന് ചോദിക്കുന്നു. കാരണം പിശാചിനെ അങ്ങനെ കോട്ടുവായിടിപ്പിക്കാനോ നമ്മളൊന്നും ചെയ്യിപ്പിക്കാനോ സാധ്യമല്ല. എന്നാ ഇതേ പുസ്തകത്തിൽ ഞാൻ ഓരോന്ന് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇത് പണ്ട് ഷംസുൽ ഉലമ പഴയ ബൈബിളും പുതിയ ബൈബിളും എടുത്ത് മാറിക്കപ്പോ ഇവർക്കൊന്ന് പഴയതൊന്ന് പുതിയതും. ഈ പുസ്തകത്തിൽ പറയുന്നു അത് പിശാച് തന്നെയാണ്. അങ്ങനെ തന്നെ വിശ്വസിക്കണം, അത് പിശാച് തന്നെയാണ്. അതിനെക്കുറിച്ച് മുജാഹിദ് പണ്ഡിതന്മാർ പ്രതികരിക്കുന്നു. നിങ്ങൾ അവർ തന്നെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ വിശ്വസിച്ചേ പറ്റൂ, കോട്ടുവായ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയട്ടെ. അതുകൊണ്ട് നിങ്ങൾ കോട്ടുവായിടുമ്പോൾ കഴിയുന്നത്ര അത് തടയേണ്ടതാണ്. തീർച്ചയായും ആരെങ്കിലും കോട്ടുവായിട്ടാൽ പിശാച് ചിരിക്കുന്നതാണ്. ഹലോ, അപ്പൊ കോട്ടുവ പിശാചിൽ നിന്നാണെന്ന് ഞാൻ ഹദീസ് പഠിച്ചെന്ന് വിചാരിക്കാം. അപ്പൊ കോട്ടുവ പിശാചിൽ നിന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിച്ചാൽ ഞാൻ ആരായി? മുശ്രിക്കായി. മറുവിഭാഗം പറയുന്നത് കോട്ടുവായ പിശാച് എന്നാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ മുശ്രിക്കായി. അപ്പൊ അനസ് മൗലവി ഔദ്യോഗിക പക്ഷക്കാരനാണ്. ഔദ്യോഗിക പക്ഷക്കാരനായ അനസ് മൗലവി പറയും, അപ്പൊ ഞാൻ ഞാൻ മുശ്രിക്കായി. അപ്പൊ ഇത് ഇത് എഴുതിയിട്ട് ഞാൻ വിശ്വസിക്കണം കോട്ടുവ പിശാചിലുണ്ടാവും എന്ന് വിശ്വസിച്ചാൽ എന്താവും? ഞാൻ മുശ്രിക്കാവും. ഇപ്പൊ എഴുതിയാളാരാവും? ഇനി ഒന്ന് രണ്ട് ഒന്നിവിടെ കിട്ടെ. എഴുതിയാളല്ല, പറഞ്ഞാളാരാ? ഈ ഹദീസ് പറഞ്ഞതാരാ? അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? തസാവബ അഹദുക്കും ഫല്യംസിക് ബിയദിഹി അലാ ഫീഹി ഫഇന്നശ് ശൈത്താൻ യദ്ഖുലു. സഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങൾ ആരെങ്കിലും കോട്ടുവായിടുകയാണെങ്കിൽ ഫല്യംസിക് ബിയദിഹി, അവന്റെ കൈ കൊണ്ട് കഴിയുന്നത്ര അവൻ തടയട്ടെ. കോട്ടുവായിടുമ്പോ എങ്ങനെയാണോ തടുക്കാൻ കഴിയുന്നത് ആ രീതിയിൽ തടുക്കട്ടെ. എന്തേ കാരണം? നിശ്ചയമായിട്ടും ശൈത്വാൻ യദ്ഖുലു, ശൈത്വാൻ അവന്റെ വായിലേക്ക് പ്രവേശിക്കുന്നതാണ്. അത് തടയാൻ വേണ്ടി കൈകൊണ്ട് തടഞ്ഞു പിടിക്കട്ടെ. പക്ഷേ ഈ പുസ്തകത്തിൽ പറയുന്നു അവിടെ പിശാച് കയറുമെന്നോ പിശാച് കയറിക്കൊണ്ട് നമ്മൾ ഉപദ്രവിക്കുമെന്നോ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാണ്. മുത്തുനബി പറയാ കയറുമെന്ന്, മുജാഹിദ് പണ്ഡിതൻ പറയാ കയറുമെന്ന് വിശ്വസിച്ചാൽ കാഫിറാകും. എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളെ, എങ്ങനെയാണ് ഇവരോട് കൂടി നിങ്ങൾ നിൽക്കുക? ഇത് ഇസ്ലാമികമാണ്. പറയട്ടെ അദ്ദേഹം. അപ്പോ മറുപടി വ്യാഖ്യാനം. എന്താ വ്യാഖ്യാനം? എന്താണ് വ്യാഖ്യാനം? മറ്റൊന്നുമല്ല, അവിടെ പിശാച് എന്ന് പറഞ്ഞാൽ അലസത എന്നാണ് അർത്ഥം. പിശാച് എന്ന് പറഞ്ഞാൽ അലസത ഉണ്ടാവും. അപ്പൊ ശൈത്താൻ എന്നത് എന്തെടുക്കും? തിന്മയിലേക്ക് ചേർത്തി പറയും. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ അലസത എന്ന് പറയുന്ന സാധനം ചിരിക്കുമോ? അതെ, പിശാച് ചിരിക്കുമെന്ന റീസണുണ്ട്. അപ്പോ മടവൂരി ഭാഗം അർത്ഥം വെച്ച് പിശാചിന് അലസത എന്നാണ്. അപ്പോ KNM ചോദിക്കുകയാണ്, പിശാച് ചിരിക്കുന്ന പറഞ്ഞെടുത്ത് അലസത ചിരിക്കുന്ന അർത്ഥം വെക്കാൻ പറ്റുമോ? പറയട്ടെ. ഇനി അതല്ല, ശൈത്താൻ എന്ന് പറഞ്ഞാൽ കൊതുകിന് ശൈത്താൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല. അപ്പൊ കൊതുക് ചിരിക്കുന്നതാണ് അർത്ഥം. ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ശൈത്താൻ എന്ന് പറഞ്ഞാൽ കൊതുകിന് അർത്ഥം വെക്കാം, പിശാചിന് അർത്ഥം വെക്കാം കൊതുക്. എവിടെ? നമ്മൾ ബാത്റൂം കയറുമ്പോൾ എന്തായാലും ഉണ്ട്, അല്ലാഹു മിന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. എന്താ അർത്ഥം? ആൺ കൊതുകിനെ തൊട്ടും പെൺകൊതുകിനെ തൊട്ടും അല്ലാഹു നിന്നോട് കാവലിന് ചോദിക്കുന്നു. ആ പിശാച് ചിരിക്കുന്ന ഹദീസിലുണ്ടല്ലോ. അപ്പൊ ആൺ കൊതുകും പെൺകൊതുകും ചിരിക്കുമോ? KNM ചോദ്യ, നിങ്ങൾ ഒന്നിച്ചാ ചിരിക്കോ? അല്ല, ഇതുവരെ ചിരിക്കൊക്കെ ചോദിക്കാൻ അധികാരം ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോ ഒന്നിക്കാൻ പോകുന്നു, ഒന്നിച്ചു കഴിഞ്ഞാൽ കൊതുക് ചിരിക്കുമോ ചിരിക്കാതിരിക്കുമോ? അറിയാതെ പെട്ടുപോയി വിചാരിച്ച സുഹൃത്തെ, ഒന്ന് ആലോചിക്കും. നിങ്ങൾ സ്നേഹത്തോടെ പറയാ, ഞങ്ങൾക്ക് ഇങ്ങനെ വാശിയോ നിങ്ങളുടെ വൈരാഗ്യമോ നിങ്ങളെ നാല് തെറി പറഞ്ഞോളൂ, ഞങ്ങളൊക്കെ ഞങ്ങൾ വേറെ ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്.
ഞങ്ങൾ നിങ്ങൾ നേരാകണം എന്ന് ആഗ്രഹം കൊണ്ട് പറയാം. നല്ല നിലക്കുള്ളൊരു ഒരു സതുപദേശം മാത്രമാണ്, നസീഹത്ത് മാത്രമാണ്. ഇനി നോക്ക്, നിങ്ങൾ ഹദീസിലുണ്ട് പല്ലിയെ കണ്ട കൊല്ലണം. അതിന് ഇവരെന്താ ചെയ്തറിയോ? ഒരു ചിത്രീകരണം തന്നെ ഉണ്ടാക്കി. ഈ മടവൂർ വിഭാഗം സുബ്ഹാനല്ലാഹ് എന്തൊക്കെ പണിയൊപ്പിച്ചറിയിക്ക അടുത്ത കാലത്തിനിടക്ക് എത്ര സിനിമ സീഡികൾ ഇറക്കിയറിയോ? അതിൽ ഒരു സീഡി നോക്കി നിങ്ങൾ, അതിൽ ഒരു മൗലവി സുബൈർ മൗലവിയാണ് ഈ വിഷയങ്ങളൊക്കെ രംഗത്ത് കൊണ്ടുവന്നത്. അയാൾക്കെതിരെ ചിത്രീകരണമായിക്കൊണ്ട് സുഹൈർ മൗലവി അയാളെ ഫോട്ടോ ഒക്കെ വെച്ച് അയാളെ രൂപമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരിങ്ങനെ ഇറങ്ങ പല്ലിനെ കൊല്ലലും ആർക്കെന്നെ ജിന്ന് കാണുന്നു വിചാരിച്ചിട്ട് നടക്കുമ്പോൾ തന്നെ എങ്ങനെ നടക്കറിയോ? ഇവരെ വാദം എന്താ? എല്ലായിടത്തും ജിന്നുണ്ടെന്നാണ് കേനവർക്ക് വാദം എന്താ? അപ്പൊ ഇവർ നടക്കുമ്പോ തന്നെ ഇവരെ കളിയാക്കിക്കൊണ്ട് കേനവരെ കളിയാക്കിക്കൊണ്ട് മടവൂരിറക്കിയ സീഡിയാണ്. അപ്പൊ നടക്കുമ്പോ തന്നെ ഇവര് കാല് വെക്കും, നോക്കിയിട്ട് വെക്കുള്ളൂ. കാരണം ജിന്ന് ചവിട്ടിയാലോ? കണ്ടോളൂ. മാറിക്കോളി, ചവിട്ട് കൊല്ലണ്ടെങ്കിലും മാറിക്കോളി, മാറാണി. പോന്നോട്ടെ പോന്നോട്ടെ. സുബൈർ മൗലവിയാ, സുബൈർ മൗലവി വഴി നല്ല ജിന്നുകൾ മാറിക്കോ, ഞാനിതാ കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. കളിക്കരുത്, ഡോക്ടർ സുഗരോട് കളിക്കരുത്, ജിന്നോളജിസ്റ്റ് ഡോക്ടർ സുഗരോട് കളിക്കരുത്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള എല്ലാ ജിന്നുകളുടെയും ശത്രുവാണ് ഞാൻ. ആരും ഇരിക്കരുത്. കസേരയിലിരിക്കുമ്പോൾ നമ്മൾ ജാഗരൂകരാവണം. ജാഗരൂകരല്ലേ എല്ലാരും? അങ്ങനായ പച്ചു. അവന്റെ പേരെന്താ? അബ്ദുസലാം. ചോദ്യം കേട്ടപ്പോഴേ ഞമ്മക്ക് തോന്നി അബ്ദുസലാം. നമ്മൾ അറിയാതെ ജിന്നിന്റെ പേരിരുന്ന് പോകും. പിന്നെ സംഭവിക്കുന്നത് ഭീകരമായിരിക്കും. ഉസ്താദേനു കണ്ടില്ലേ ജിന്നിന്റെ പല്ല് ബലൂണിൽ കൊണ്ടതാ. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ വെറും ജാനല്ല, ഞാനൊരു ജിന്നോളജിസ്റ്റാണ്. എന്താ പോയിട്ടോ? ഇന്നലെ രാത്രി പിന്നെയും കൂക്കി വിളിച്ച് ഹദീസിൽ വന്ന കുറച്ച് ആയത്തുകൾ നമ്മൾ ഓതിത്തരാം. ഉറക്കെ ചൊല്ലിക്കൊടുക്കണം. ഒരു മീൻകാരനായ ജിന്നാണ് ഉളമയത്ത്, അതുകൊണ്ടാണ് എന്ന് വിളിക്കുന്നത്. ജിന്നുകള് മീൻ വെക്കും അമ്മ. മുട്ടസൂചി മുതൽ ബോംബ് വരെ വെക്കുന്ന ജിന്നുകളെ നമ്മക്കറിയാം. ഈവൻ വേറും കുട്ടിയല്ല. പെട്ടെന്ന് ജിന്നുകൾക്ക് വേദനിക്കും. ചെറുപുതിക്കാരൻ തടക്കൂ. നമ്മൾ അടിക്കാൻ പോവാണ്. കയ്യോ കാലോ പുറത്തിട്ട് ഏതെങ്കിലും ജിന്നുകൾ ഉണ്ടെങ്കിൽ നമ്മളേറ്റൊന്ന് ശാരിച്ചാളി. മേശ അടക്കുമ്പോ പറയണത്ര ജിന്നിനോട്, ജിന്നെ ഞങ്ങൾ മേശന്റെ വിരിപ്പ് അടക്കാൻ പോകാണ്, ഏതായാലും ജിന്നൊക്കെ കൈ ഇങ്ങനെ പുറത്തുകൊണ്ട് ഉള്ളിൽ കയറിക്കോളും, ഞങ്ങൾ അടക്കാൻ പോകാണ്, സഹകരിക്കണം. അതിലില്ല ഇതെന്താ കഥ? നമ്മളെ ചുറ്റിലും പല കോലത്തിലും അദൃശ്യരായ ജീവികളുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ ചില ആളുകൾക്ക് മക്കാറ. ബുദ്ധമതത്തിൽപ്പെട്ട ഒരു ജിന്നിന്റെ കാലിലെ കുറ്റിപ്പുറത്തെ കോയവൻ അറിയാതെ കട്ടപ്പാറ കുത്തി ദേഷ്യം വന്ന ബുദ്ധിച്ച ജിന്ന് കോയമോന്റെ ശരീരത്തിൽ തേസ് താമസാക്കി മൂപ്പര് ഉപദ്രവിക്കാൻ തുടങ്ങി. ഇങ്ങനെ തുടങ്ങിയത് നിർത്തുന്നില്ല, പോട്ടെ, നിർത്തുക. എന്താണ് ഈ പറയുന്നത് നിങ്ങൾ? ഇതൊക്കെ ഇവരിവിടെ പ്രചരിപ്പിച്ചതാണ്. ഇവിടെ നിഷേധിക്കാൻ കഴിയില്ലല്ലോ. നിന്റെ ഫുൾ സി ഡി എന്റെ കയ്യിലുണ്ട്, നിഷേധിക്കാൻ കഴിയില്ലല്ലോ. എന്തൊക്കെ ഉണ്ടതിൽ? ഇതൊന്നുമല്ല, അതിന്റെ ഒരു ഭാഗം മാത്രം കാണിച്ച് ജിന്ന് വരുന്നതിനുണ്ടായി. ഏതൊരു മുജാഹിദ് ജിന്നായിട്ട് അഭിനയിക്കാണ്. അങ്ങനെ ജിന്നിങ്ങനെ വരിക. നിങ്ങൾ ഒന്നിക്കുമ്പോ ഈ ജിന്നിന് എന്ത് ചെയ്യും? ഈ ജിന്ന് എന്ത് ചെയ്യും? ഇതൊരു വിഷയമാണല്ലോ. കഴിഞ്ഞോ കഴിഞ്ഞില്ല, വിശുദ്ധ ഇസ്ലാമിൽ അംഗീകരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. പല്ലിനെ കൊല്ലുന്നത് പോലും കളിയാക്കി. പല്ലിനെ കൊല്ലുന്നത് പുണ്യനബി പറഞ്ഞില്ലേ, പല്ലിനെ കണ്ടാൽ കൊന്നുകളയാൻ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ അതിന്റെ പിന്നിലെ തന്ത്രം എന്താന്ന് ഇവർക്ക് മനസ്സിലായില്ല. അതിനവരെ കളിയാക്കുകയാണ്. അതും ചിത്രീകരണം. പറയട്ടെ. അല്ല ഡോക്ടറെ, ഈ പല്ലി നമ്മളോട് എന്ത് തെറ്റാ ചെയ്തത്? ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോൾ ആ തീ ഊതി കത്തിച്ചത് ഒരു പല്ലിയാണ്. ആണോ? അതുകൊണ്ട് അതിന്റെ അടുത്ത തലമുറകൾ അടിച്ചുകൊണ്ട് നമുക്ക് സ്വർഗ്ഗത്തിൽ പോവാം. ഓഹോ, അങ്ങനെയാണെങ്കിൽ കായംകുളം കൊച്ചുണ്ണിയുടെ സന്താന പരമ്പരകളുടെ കയ്യൊക്കെ വെട്ടണ്ടേ? മൂപ്പര് എത്ര കളവാ നടത്തിയത്.
പള്ളിയുടെ കാര്യം പറയുമ്പോ കായകുളം കൊച്ചിയുടെ കാര്യം പറയാൻ ലജ്ജയില്ലേ? കണ്ടോ? ഇനി അതിന് മടവൂരി ഭാഗത്തിന് കേനവർ മറുപടി കൊടുക്കട്ടെ ആ ക്ലിപ്പിന്. ആരെയാ പരിഹസിച്ചത്? കായംകുളം കൊച്ചുണ്ണിയെ പറഞ്ഞിട്ട് ആരെയാ പരിഹസിച്ചത്? ആരെയാ കളിയാക്കിയത്? ആർക്കെതിരെയാ കൊടുങ്കാറ്റ്? ആർക്കെതിരെയാ ശബ്ദം കേട്ടോ? ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. മടവൂരികൾക്ക് അത് പറ്റില്ലെങ്കിലും ലോക മുസ്ലിങ്ങൾക്ക് അത് പറ്റും, വിശ്വാസികൾക്ക് പറ്റും, ഈമാനുള്ളവർക്ക് പറ്റും. അതേ മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്. വഅൻ ഉമ്മി ശരീകിൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറഹാ ബിഖത്ലിൽ ഔസാ. സലാഹുല്ലമി കൊടുത്ത അർത്ഥം വായിച്ചു തരാം. ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ നിവേദനം, പല്ലിയെ കൊല്ലാൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകി. എന്നിട്ട് നബി പറഞ്ഞു, വഖാല, റസൂലുള്ള പറയുകയാണ്, കാന യൻഫുഹു അലാ ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മേൽ അത് ഊതി കത്തിക്കുമായിരുന്നു. ബുഖാരി മുസ്ലിം സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കാനയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ തിക്കുണ്ടാരത്തിൽ അത് ഊതി കത്തിക്കുമായിരുന്നു. ബുഖാരി മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കായംകുളം കൊച്ചുണ്ണിയെ കൂട്ടുപിടിച്ചിട്ട്, അതെ, തന്റെ നേതാവിനെ തന്നെ കൂട്ടുപിടിച്ചിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെതിരെ പടമിറക്കി, സിനിമ ഇറക്കി, ആളെ വെച്ച് അഭിനയിപ്പിച്ച് സമ്മേളന നഗരിയിൽ അത് വിറ്റ് കാശാക്കി പടമുണ്ടാക്കിയവരെ, നിങ്ങളുടെ ഗതി എന്താണ്? നിങ്ങളുടെ ഈമാൻ എവിടെയാണ്? നിങ്ങളുടെ അവസാനം എവിടെയാണ്? നാളെ പരലോകത്ത് നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഈ ചോദിച്ച അനസ് മൗലവിയല്ലേ മസ്അലത്ത് ചർച്ചക്ക് പോയത്? മടവൂരി ഭാഗം പിൻവലിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പള്ളിയെ കൊല്ലാമെന്ന ഭാഗത്തിലേക്ക് മടവൂരി ഭാഗം എത്തിയിട്ടുണ്ടോ? എത്താതെ പിന്നെ എങ്ങനെയാണ് അവരുമായിട്ട് മസ്അലത്തിന് പോകുക? അടിസ്ഥാനപരമായ വിഷയങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ, ചെറുതൊന്നുമല്ല. ഇതൊക്കെ വിശ്വാസത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാ. ഏതെങ്കിലും കർമ്മങ്ങളല്ല, കയ്യവിടെ കെട്ടണം കെട്ടായിരിക്കണം എന്നല്ല വിഷയം. അടിസ്ഥാനപരമായ തർക്കത്തിലിരിക്കുന്ന വിഷയം ഞാൻ പറഞ്ഞല്ലോ. ബൈസ് എന്താ? നമ്മളെ കുറിച്ച് കാഫറാക്കാൻ ഉപയോഗിച്ച മറഞ്ഞ വഴിയിലൂടെ ഉപദ്രവം ചെയ്യുക, മറഞ്ഞ വഴിയിലൂടെ ഗുണം ചെയ്യുക. ഈ വിഷയത്തിന്റെ പേരിലാണ് ഈ രണ്ട് വിഭാഗം ഭിന്നിച്ചതെങ്കിൽ ആ രണ്ട് വിഭാഗത്തിന്റെയും വാദം നിലനിൽക്കെ തന്നെയാണ്, പരസ്പര ശിർക്ക് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് ഒന്നിക്കാൻ പോകുന്നത്. അതെങ്ങനെ ഒന്നിക്കാൻ കഴിയും? ഇത് ഒന്നോ രണ്ടോ വിഷയങ്ങളല്ല ഞാൻ പറയുന്നത്, ഒന്നോ രണ്ടോ വിഷയങ്ങളല്ല. ജിന്നെ ബാധിക്കുമെന്ന് വിശ്വസിക്കുന്നത് അബ്ദുസ്സലാം സുല്ലമി പറയുന്നത് തൗഹീദിന്റെ എതിരാണെന്നാ. ഒരാളെ ശരീരത്തിൽ ജിന്ന് കൂടുന്നൊക്കെ വിശ്വസിക്കുന്നത് തൗഹീദിനെതിരാണെന്നാ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പിശാച് ബാധയുണ്ടാകും, ജിന്ന് ബാധയുണ്ടാകും എന്ന് പറയുമ്പോ മടവൂരി ഭാഗത്തിന്റെ ഹദീസ് പണ്ഡിതൻ അബ്ദുസ്സലാം സുല്ലമി പറയുന്നത് അങ്ങനെ വിശ്വസിക്കുന്ന ഹദീസിനെതിരാണെന്നല്ല, തൗഹീദിനെതിരാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുന്നതിന് ഇസ്ലാം എന്ന് പുറത്താണ്. എത്ര ഹദീസുകളിൽ ആ സംഭവമുണ്ട്. എന്നിട്ടാണ് ഇവർ പറയുന്നത് ഷിർക്കാണ്. ആ ഷിർക്കിനെതിരെ നിൽക്കാൻ അവരെ പ്രസംഗിച്ചവരാണ് ഇപ്പോൾ പറയുന്നു ഞങ്ങൾ ഒന്നിക്കുന്നു. മടവൂരി ഭാഗം പിന്മാറിയോ അതോ നിങ്ങൾ പിന്മാറിയോ? അബ്ദുസ്സലാം സുല്ലമി പറയട്ടെ. അഭൗതികമായ മാർഗത്തിലൂടെ നന്മയും തിന്മയും ചെയ്യാൻ അള്ളാഹ്ക്ക് സാധിക്കുള്ളൂ. അപ്പൊ അതിനെതിരാണ് ജിന്ന് ബാധയിൽ വിശ്വസിക്കരുത്, അത് തൗഹീദിനെതിരാണ് എന്ന് ശബാബിനെ ഉദ്ധരിച്ചിട്ട് ഇദ്ദേഹം തന്നെ സമർത്ഥിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആദ്യകാലത്തെ വിഷയം എന്നുള്ളത്. ഇത് തെറ്റാന്നല്ല, ഇതാണ് വിശ്വസിക്കേണ്ടത്. അത് നമ്മൾ അഭൗതികമായി പടച്ചവനെ മാത്രം പൂർച്ചാൽ മതി. പിശാചിന്റെ കുതന്ത്രങ്ങൾ ആത്മീയമായ വസ്വാസം ഉണ്ടാക്കലാണ്, അതിനെക്കുറിച്ച് ജാഗ്രത പുലർത്തുക എന്നാണ്. പിശാചിന് വസ്വാസം ഉണ്ടാക്കാൻ മാത്രമേ കഴിയുള്ളൂ, നമ്മളെ ഉപദ്രവിക്കാൻ കഴിയില്ല. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ? വദ്കുർ അബ്ദനാ അയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനി ശൈത്വാൻ. എന്താ പറഞ്ഞത്? അന്നീ മസ്സനി ശൈത്വാൻ പിശാചനിക്ക് ഔഷധയും പീഡനയും ഏൽപ്പിച്ചിരിക്കുന്നു. പിശാച് മൂലം പീഡനമുണ്ടായി, പിശാച് മൂലം ഷർറുണ്ടായി. അത് കേവലം ഭൗതികമായ വസ്വാസ് മാത്രമല്ല, ശാരീരികമായ പീഡനമുണ്ടായെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ഇയാൾ പറയുന്നു അങ്ങനെ വിശ്വസിക്കൽ തെറ്റാണ്. അത് തെറ്റാണെന്ന് പറയുമ്പോ ഔദ്യോഗിക വശത്തിന്റെ ഈ പുസ്തകത്തിൽ പറയുന്നു അങ്ങനെ വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ വിശ്വസിക്കാതിരിക്കൽ ശിർക്കാണ്. പിശാച് മൂലം ഉപദ്രവമുണ്ടെന്ന് വിശ്വസിക്കാതിരിക്കലാണ് തെറ്റ്.
അബ്ദുസലാം പറയുന്നത് വിശ്വസിക്കലാണ് തെറ്റ്, ഇയാൾ പറയുന്നത് വിശ്വസിക്കാതിരിക്കലാണ് തെറ്റ്. നിങ്ങൾ ഒന്നിക്കുമ്പോ ഏതാണ് വലിച്ചെറിയുക? അബ്ദുസലാം സ്വല്ലമി പറഞ്ഞ മടവൂരിന്റെ വാദത്തെയാണോ വലിച്ചെറിയുക, അതോ ഇവരുടെ വാദത്തെയാണോ വലിച്ചെറിയുക? ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വിശ്വാസപരമായ കാര്യങ്ങളാണ്. കർമ്മപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ മ്യൂസിക് പറ്റൂലേ, പാട്ട് പാടാൻ പറ്റൂലേ, ഇവർക്കെല്ലാം തർക്കമുണ്ട്. അത് അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ പറഞ്ഞ കേട്ടോളൂ, ഇവർക്കെല്ലാം വലിയൊരു തർക്കത്തെ കുറിച്ചാണ്. ഞാൻ അതിലേക്ക് നടക്കുന്നില്ല, അതൊക്കെ ഇവരെ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ ഇത് വിശ്വാസപരമായ കാര്യങ്ങളാണ്. അന്ന് അബ്ദുൽ ലത്തീഫ് പറയട്ടെ. അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ എന്ന് പറഞ്ഞാൽ മടവൂരി വിഭാഗത്തിന്റെ നേതാവാണ്. അപ്പൊ ഇവരെന്തോ ഒരു പാട്ട് വെച്ചതിന്റെ പേരിൽ KNMകാർ ഔദ്യോഗിക പക്ഷക്കാർ ഇവരെ കളിയാക്കി. അതിന് മറുപടിയായിട്ട് അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ പറയാ, ഞങ്ങളൊരു പാട്ട് വെച്ചതിൽ കളിയാക്കാൻ നിങ്ങൾ എത്ര പാട്ടിറക്കൽക്കാരാ? നിങ്ങൾ മ്യൂസിക്കുള്ള ഒരുപാട് പാട്ടുകൾ ഇറക്കിയിട്ടില്ലേ? ആരോട് ചോദിക്കുക? KNMരോട് ചോദിക്കുക. എന്നിട്ട് സമ്മേളന നഗരികളിലൊക്കെ ഈ സീഡികൾ വിൽക്കാറുണ്ട് പോലും. അറബികളെ കാണാൻ മാത്രം ഇത് മാറ്റിയേക്കും. എന്തിനാ അറബികൾ കാണാൻ മാറ്റിയേക്കുന്നത്? അറബികൾ ഈ സീഡി കണ്ടാൽ പിന്നെ ഗൾഫ് പോയ കാശ് കിട്ടൂല. അബ്ദുൽ ലത്തീഫ പറഞ്ഞിട്ടത്. കാസറ്റൊക്കെ ഇറക്കിക്കോ, അതിന്റെ ഹറാമു ഹലാലൊന്നും ഇപ്പോ നോക്കണ്ടില്ല. മ്യൂസിക് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ എന്തു ചെയ്യണം എന്നറിയോ? കാസറ്റിന്റെ പുറത്ത് എവിടെയും കാണുന്ന രൂപത്തിൽ എവിടെയും KNM എന്നോ ബിസ്മി എന്നോ എഴുതി വെക്കരുത്. ബ്രാൻഡുള്ള കള്ളേ ഹലാൽ ഹറാമാവുള്ളൂ. ബ്രാൻഡില്ലാത്ത കുഴപ്പമില്ല, പട്ടച്ചാരായ ഓക്കെ. എന്നിട്ടോ പിന്നെ പറയാ എന്താ, ആ കാസറ്റുകൾ സമ്മേളനത്തിന്റെ പിന്നെ സെക്ഷൻ ഏതെങ്കിലും സ്റ്റാളിൽ വെച്ച് വിൽക്കൊക്കെ ആണെങ്കിൽ അറബികളിലെ കടന്നു പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കൊണ്ടു, അപ്പൊ കാസറ്റ് ഓഫ് ആക്കണം. എന്തിനാത് ഈ അറബികളെ കാണുമ്പോൾ കാസറ്റ് ഓഫ് ആക്കണത്? അത് ലത്തീഫിനെ പറയട്ടെ, അത് KNMകാർ അറബികളെ പേടിച്ചിട്ട് ഓഫാക്കാണ്. അവിടുത്തെ കാശ് മുടങ്ങും. വലിയ വലിയ സമ്മേളനത്തിൽ ചില ആളുകൾക്ക് ചുമതല എന്താ അറിയോ? അറബികൾ വരുന്നതിന് മുമ്പിൽ ഓടുക. എന്തിനാ ഓടുന്നത്? ഈ കാസറ്റ് ഓഫാക്കാൻ പറയാൻ. കേട്ടോളൂ. അലി അബ്ദുറസാഖ് മദനി പിലാത്ത സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ കാര്യമായ ഡ്യൂട്ടി എന്താ അറിയോ? അറബികൾ വരുമ്പോ എസ്കോട്ട് പോവാ. എന്തിനാ എസ്കോട്ട്? എങ്ങോട്ടാ? അറബികളെ കൂടെ സ്റ്റേജിലേക്കല്ല, നേരെ ഇതിലും കൊട്ടാ സ്റ്റാളുകളിലേക്ക്. നമ്മൾ കരുതിയത് ശരി തന്നെ ആയിക്കൊന്നു. അതിന്റെ ഇടക്കുണ്ട് പുളിക്കലങ്ങാടി കൂടെ അനൗൺസ്മെന്റ് ഇങ്ങനെ വരണേ. AP അബ്ദുൽ ഖാദർ മൗലവി, KN ഇബ്രാഹിം മൗലവി, MM മദനി, അലി അബ്ദുറസാഖ് മദനി, TP അബ്ദുൽ മദനി തുടങ്ങിയ പ്രഗത്ഭരും പ്രശസ്തരുമായ പണ്ഡിത വരേണ്യന്മാർ പങ്കെടുക്കുന്നതാകുന്നു. നമ്മൾ കരുതി വലിയ വയല് പരമ്പരറ്റേക്കും. തൊട്ടു പറകെ കണ്ണീർ മഴയത്ത് ഞാനൊരു കിളിയുടെ കൂടെ ചൂടി. എന്താപ്പത്? കിളിന്റെ കൂടെയും ചൂടിയിട്ട് ആരായി പോക്ക്? AP അബ്ദുൽ ഖാദർ മൗലവി, KN ഇബ്രാഹിം മൗലവി, MM മദനി, TP അബ്ദുൽ മദനി എല്ലാം കൂടി ഒരു കിളിന്റെ കൊടയും ചൂടിയിട്ട് പോവാ. ഇതിവിടെ പുളിക്കൽ നടന്ന കഥയെ പറഞ്ഞത്. പുളിക്കലുണ്ടായ കാര്യമാണ് പറയണേ. പറയട്ടെ. തൗഹീദ് ഗാനങ്ങൾക്ക് മ്യൂസിക് വെച്ചാൽ അവിടെ പ്രശ്നമുള്ളൂ. സിനിമാ പാട്ട് മ്യൂസിക്കോട് കൂടി അങ്ങാടികൾ ഇട്ടുപോയ ഒരു പ്രശ്നമില്ല. ഇല്ല, KNMകാര് സിനിമാ പാട്ട് ഇട്ടിട്ടും അങ്ങാടി ഇടുമ്പോൾ കുഴപ്പമില്ല. മടവൂരി ഭാഗം മ്യൂസിക് ഇട്ടാലോ പ്രശ്നമാണ്. ഇതൊക്കെ നിങ്ങൾ പരിഹരിച്ചോ? പറയട്ടെ. ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ജാമിയ സലഫിയെ കയറി നോക്കുമ്പോൾ ഉദ്ഘാടനമാണ്. സംഭവം എന്താ? അതിന്റെ പിറകെ ഒരു അനൗൺസ്മെന്റ് വേറുണ്ട്. ഇവര് പങ്കെടുക്കുന്ന മാത്രമല്ല, എന്താ? ആയുർവേദ ലോകത്തിന് മലബാറിന്റെ ഉപഹാരം. ജാമിയ സലഫിയുടെ 10ാമത്തെ സംരംഭം മലബാർ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. കണ്ണീർ മഴയത്ത്. പിന്നെ തന്നെ പിറ്റേ ദിവസം നമ്മൾ പോയി നോക്കി. എവിടെ പോയി നോക്കി? നമ്മുടെ ഈ പുളിക്കൽ സലഫിയ കോളേജ് നോക്കി. ചെന്നപ്പോ സലഫിയ കോളേജിന്റെ സമ്മേളനം നടക്കുക. വേദിയിൽ എല്ലാ നേതാക്കന്മാരുണ്ട്. അവിടെ എന്താ നടക്കുന്നത്? ലത്തീഫ് പറയട്ടെ. ആണല്ലോ എന്നെ വിളിക്കുക. എന്നെ അലി അബ്ദുറസാഖ് മദനി കത്തെന്ന് വിളിച്ചതാ. അവിടെ പോയി നോക്കി. ചെന്നപ്പോഴേ നല്ല നല്ല പാട്ട് ഇങ്ങനെ ഉഷാറായിട്ട് കേൾക്കുക. എന്ത് ടൈപ്പാ പാട്ട്? 1ാം നമ്പർ. അക്കാലത്ത് പുതുമള്ള നല്ല ഹിന്ദി പാട്ടുകള്. അത് സിനിമ തന്നെ. അത് സിനിമ തന്നെ. എവിടെ? മുജാഹിദിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ പുളിക്കലിലെ അവരുടെ ഏറ്റവും വലിയ സ്ഥാപനമായ ജാമിയ സലഫിയയിൽ 1ാം നമ്പർ ഹിന്ദി സിനിമ ഗാനങ്ങൾ നേതാക്കന്മാർ അണിനിരത്തി പാടുക. ഇപ്പൊ ലത്തീഫ് കരിമ്പലാക്കൽ പറയണെന്തറിയോ? അതിപ്പോ എല്ലാവർക്കും ഒന്നും ഹിന്ദി അറിയില്ലല്ലോ. ആണ് ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തുന്നില്ല. പറയട്ടെ. KN ഇബ്രാഹിം മൗലവിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് നമ്മൾ മൂപ്പരെ കുറിച്ച് ഒന്നും പറയണില്ല വിഷയത്തിന്. TP അബ്ദുൽ മദനിക്ക് ഹിന്ദി അറിയാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ പറയുന്നില്ല. MM മദനി പഠിച്ച പരലോകത്തിൽ ഒന്നും ഹിന്ദി ഉണ്ടാവില്ല. അതുകൊണ്ട് മൂപ്പരും പറയേണ്ടതില്ല. പിന്നെ ആരാ കൂടുതൽ? അലി അബ്ദുറസാഖ് മദനി. ഒരു കോടതി ഭാഷ മാത്രമേ ഉള്ളൂ. അവിടെ ഹിന്ദിക്ക് ആവശ്യമില്ല. എന്നാലേ ഹിന്ദി ഉറുദൊക്കെ പച്ചവെള്ളം പോലെ അറിയുന്ന ഒരാൾ അവിടെ ഉണ്ട്. സാക്ഷാൽ ചങ്ങരംകുളത്ത് ജനിച്ചെങ്കിലും ഇപ്പോൾ പത്തപ്പിരിയത്ത് താമസിക്കുന്നുവെങ്കിലും അന്തമാനിൽ വളർന്നിരിക്കുന്ന AP അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിന് ഹിന്ദി നന്നായിട്ട് അറിയാം.
അവിടെ പാടിയ പാട്ട് തരോ? ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒറ്റൊന്ന് അത് ഫുള്ള് പാടരുത്. ഇത് SKSന്റെ ഒക്കെ സദസ്സാണ്, ഞങ്ങൾക്കൊരു വിഷമമുണ്ടായില്ലേ. എന്നാലും പുളിക്കലായോണ്ട് കുറച്ച് പാടിക്കോട്ടെ. मौका मिलेगा तो हम बता देंगे तुझे कितना प्यार करते हैं सनम. ഐ എന്താ മുതല് എടി പെമ്പറന്നോളെ. അർത്ഥമൊക്കണ്ട പാടിയാ മതി. നമ്മക്ക് മോശല്ലേ, അവരെങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ പറയാൻ പറ്റുമോ? ഇത് എവിടെ നോക്കി നിങ്ങള്? ഒരു സ്ഥാപനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ അതിനൊന്നും കുഴപ്പമില്ല. ഇപ്പൊ നോക്കിക്കോളൂ, നബിദിനാകുമ്പോഴേക്ക് എന്നെ അറിയപ്പെട്ടു പോയ സുഹൃത്തെ, ഞാൻ സ്നേഹത്തോട് ചോദിക്കട്ടെ, നിങ്ങളെ സ്ഥാപനത്തിന്റെ വാർഷികത്തിൽ നിങ്ങൾ അങ്ങനെ പാടുന്നു? ഞങ്ങൾ എന്താ മുത്തുനബിയുടെ ജന്മത്തിന് ചെയ്യുന്നത്? അല്ലേ, എന്ത് തെറ്റാ നമ്മൾ ചെയ്യുന്നത്? നമ്മളെ കാഫറാക്കുന്നു. എന്താ നമ്മുടെ കുട്ടികൾ കയറിയിട്ട് നമ്മുടെ നബിയവർ ആരാണ്? മുത്ത് മുഹമ്മദ് നബിയാണ്, ഉമ്മ ആമിന ബീവിയാണ്, ഉപ്പ അബ്ദുള്ളയുമാണ്, നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. ഇത് തെറ്റാ? ഇത് തെറ്റാണോ? നിങ്ങൾ ആ പാട്ട് പാടിയ തൗഹീദ്, ഞങ്ങളുടെ മുത്ത് നബിയെ കുറിച്ച് പാടിയ ശിർക്ക്. എന്താണ് ഇതിന്റെ മാനദണ്ഡം? അപ്പൊ പറയുന്നത് ഇത് മുത്തനബി ചെയ്തിട്ടില്ല. അതോ അല്ല അത് പിന്നെ അത് പിന്നെ ഞങ്ങളിങ്ങനെ നിങ്ങളിങ്ങനെ അല്ല അങ്ങനെ 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 ഇങ്ങനെ 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 അത്രേ ഉള്ളൂ. നമ്മളെന്തായാലും ചെയ്ത് അപ്പൊ ചോദിക്കും മുത്തനബി ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ നോക്കും, ഇവർ പെരുന്നാൾ എങ്ങനെ ആഘോഷിച്ചത്? ഇപ്പോഴത്തെ ഒരു പെരുന്നാൾ ആഘോഷിച്ചു, കഴിഞ്ഞ ഈദ് പ്രോഗ്രാം എങ്ങനെ ആഘോഷിച്ചത്? നമ്മൾ നബിനെ എങ്ങനെ ആഘോഷിക്കുക? ഒരുപാട് പാട്ടുകൾ, ഒരുപാട് മുത്തുനബിയെ കുറിച്ചുള്ള മദ്ഹ് കീർത്തനങ്ങൾ, വിശുദ്ധ ഖുർആൻ, കുട്ടികൾ നബിയുടെ പ്രോഗ്രാമിലൊക്കെ കുട്ടികൾ ഖുർആൻ പാരായണ മത്സരം, ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ. ഇവര് പെരുന്നാൾ ആഘോഷിച്ചെങ്ങനെ? 2 മുജാഹിദ് പണ്ഡിതന്മാർ സ്റ്റേജിൽ കയറിയിട്ട് ബലൂൺ പൊട്ടിച്ചിട്ട്. ആരാണ് ഏറ്റവും കൂടുതൽ ബലൂൺ പൊട്ടിക്കുക? അങ്ങനെ ആഘോഷം. അള്ളാഹുവിന്റെ റസൂൽ എത്ര ബലൂണാണ് പൊട്ടിച്ചിട്ടുള്ളത്? നിങ്ങൾ പറയും. സഹീഹുൽ ബുഖാരിൽ എവിടെ ഉള്ളത്? നോക്ക്, 2 മൗലവിമാരിൽ നിന്ന് ബലൂൺ പൊട്ടിക്കൊണ്ടോളൂ. 2 മൗലവിമാരാ, മുജാഹിദിന്റെ പ്രമുഖരായ 2 ആളുകൾ എന്നിട്ട് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട ഈദ് ആഘോഷ പ്രോഗ്രാമാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നം അതിനില്ല. കണ്ടോളൂ. പോട്ടെ പോട്ടെ ഫോട്ടോ പോട്ടെ പോട്ടെ എഴുതിട്ടോ നോട്ട് എന്ത് നമ്മളൊക്കെ എന്താ ബഹുമാനപ്പെട്ട ഇവിടെ അബ്ദുൽ മാഷൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ നമ്മളെ മദ്രസകളിലൊക്കെ കുട്ടികൾക്ക് വിശുദ്ധ ഖുർആനും അതിന്റെ ആശയങ്ങളൊക്കെ നേരായി പഠിപ്പിച്ച് മനസ്സ് നടത്തുമ്പോൾ അല്ലാഹു ശിർക്ക്. 2 മുജാഹിദ് നേതാക്കന്മാർ എന്നിട്ട് ബലൂൺ പൊട്ടിക്കുക. ആരാണ് ഏറ്റവും കൂടുതൽ പൊട്ടിക്കാൻ നോക്കുന്നത്? ജഡ്ജസ് പ്ലീസ് നോട്ട്. നമ്മുടെ വേദിയിൽ പറയും, കുട്ടികൾ ആ ഖിറാത്ത് മത്സരം നടക്കാൻ പോകുകയാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട്. ഇവിടെ എന്താ നേതാക്കന്മാർ ബലൂൺ പൊട്ടിക്കാൻ. ജഡ്ജസ് പ്ലീസ് നോട്ട്. പൊട്ടിക്കട്ടെ. സുധീർ പിടിച്ചു പകരം അപ്പിടുത്തം ശരിയല്ലോ. അങ്ങനെ ശരിയായിക്കോട്ടെ, നേരെ പിടിച്ച് പൊട്ടിച്ചോളൂ. നേരെ നേരെ പൊട്ടോളൂ. ആ പൊട്ടെ പൊട്ടെ പൊട്ടെ. മറ്റുള്ളത് പൊട്ടില്ലേ? നോക്കും നിങ്ങള്. ഇനി ഞങ്ങൾക്ക് ഒന്നാളെ ഗുണം എന്താ അറിയോ? ഇതിട്ട 2 കൂട്ടർക്ക് മറുപടിയാണ്. മറ്റേ ഞങ്ങൾ ആദ്യം ഇതിനുമ്പോ പറഞ്ഞിരുന്നു അത് മടവൂരിന്റെയാണ് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് പറയാൻ പറ്റൂല, ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റൂല. അതേ പറഞ്ഞു, ഇവർക്ക് എന്തോ ആവാം. ഇനി മറ്റു നോക്കും നിങ്ങൾ, ഒരു നബിദിനാഘോഷം, ഒരു ഈദാഘോഷം കൂടി. എന്താ ഈദാഘോഷം? എങ്ങനെയാ? അടുത്ത ഈദാഘോഷം എങ്ങനെയാണ്? ഇവർ ഈദാഘോഷം നടത്തിയത് വായമ്മൽ കയറിയിട്ട്. അള്ളാഹു റസൂൽ ഏത് വായമ്മ കയറിയത്? നീന്തപ്പഴാണോ, അതോ റോവസ്റ്റ് ആണോ, അതോ ചെറുവായാണോ? ഏത് വായാണ്? ബുഖാരിലാണുള്ളത്. ബുഖാരിനെ ഞങ്ങൾക്ക് ഓർമ്മയില്ല, സിഹാസത്തിൽ ഏതായാലും കുഴപ്പമില്ല, ഇനി ഏത് ഹദീസിന്റെ കിതാബായാലും വേണ്ടില്ല. ആ മൗലവിമാർ കേറാണ്, വായമ കേറാണ്. എന്താ പരിപാടി? ഈദാഘോഷം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാ കാര്യത്തെക്കുറിച്ചും പറയാറുള്ളത് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്തതൊക്കെ ബിദ്അത്താണെന്ന അർത്ഥത്തിലല്ലേ? എങ്കിൽ പുണ്യനബി ഏതെങ്കിലും വായമ്മ കയറിയിട്ടുണ്ടോ? MSM സംഘടിപ്പിച്ച പരിപാടിയല്ലേ കാണുന്നത്? വായൽ കയറ്റം മുത്തുനബി കയറിയിട്ടുണ്ടോ? ഈ വായൽ കയറ്റം മാത്രമല്ല, അതിന്റെ പ്രോഗ്രാം നോക്കും നിങ്ങൾ. അത് പത്രത്തിൽ വന്നാണ് റിപ്പോർട്ട്. ആ പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? വെറും വായമേൽ കയറ്റം മാത്രമല്ല, പിന്നെയോ ഞാൻ വായിക്കാം. MSM
പടിക്കിപ്പാട് ശാഖയുടെ നേതൃത്വത്തിൽ ഈദ് ദിന പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു. സ്പീഡ് മെസ്സേജിംഗ്, ഷൂട്ടൌട്ട്, വായിൽ കയറ്റം, തീറ്റ മത്സരം. നമ്മൾ മൗലൂദിന് പോയിട്ട് കിട്ടുന്ന കാശ് അതിന് പഴയതാണെങ്കിൽ പഴയത്, പുതിയതാണെങ്കിൽ പുതിയത്, അത് വാങ്ങി കിട്ടുന്ന ചോറും കഴിച്ചു പോകുന്ന അല്ലാഹ് ശിർക്ക്. ഇവരോ തീന്നുക മാത്രമല്ല, തീറ്റ മത്സരം. അല്ലാഹ് തൗഹീദ്. മത്സരം നടത്തിയ തൗഹീദ്. വീട്ടുകാർ സന്തോഷത്തിൽ തന്ന് കഴിച്ചു പോന്നാൽ ഷിർക്ക്. ഇതിന്റെ മാനദണ്ഡം എന്താ? കഴിഞ്ഞില്ല. സ്ലോ സൈക്ലിംഗ്, അതെന്താ അല്ലാഹു എനിക്കറിയില്ല. മറ്റൊന്ന് കലം പൊട്ടിക്കൽ. അള്ളാൻ റസൂലിക്ക് എത്ര കല പൊട്ടിച്ചറിയോ? ഒരു ദിവസം ചെറുപെരുന്നാൾ നമസ്കാരം നബി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു തുണിയിട്ട് പോയി ഇവിടെ കണ്ണണ്ട് കെട്ടി. അപ്പോഴേക്കും ഉമർ റളിയല്ലാഹുവിന്റെ വടിയുണ്ട് വന്നു, മുത്തുനബിന്റെ കൈ കൊടുത്തു. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു പോയിട്ട് അത് അവർ കലം കെട്ടി തൂക്കി. അള്ളാൻ റസൂൽ ഇങ്ങനെ തപ്പി 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 പൊട്ടി. അത് ഏത് ഹദീസിലുള്ളത്? ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു. അല്ല, അത് ഞങ്ങളിങ്ങനെ ഞങ്ങളിങ്ങനെ കറക്കം പൊട്ടിക്കും, അതിന് കുഴപ്പമൊന്നുമില്ല. നോക്കൂ നിങ്ങൾ, പിന്നെന്തൊക്കെയാണ്? ക്രോസ് കൺട്രി, നാരങ്ങ സ്പൂൺ ചിരിപ്പിക്കൽ മത്സരം. ഇതൊക്കെ തൗഹീദാണ്. ഞാൻ ഇവിടെ പടിയിൽ കയറി വന്ന വിഷയമാണ്, സാധാരണ പറഞ്ഞു നടക്കുന്ന ഒരു വിഷയമാണ്. അല്ലാഹു റസൂൽ ചെയ്യാത്തതൊന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തുൻ ളലാല, എല്ലാ ബിദ്അത്തും പിഴച്ചതാണ്. വകുല്ലു ളലാലത്തുൻ ഫിന്നാർ, എല്ലാ പിഴച്ചതും നരകത്തിലാണ്. ഈ ഹദീസ് ചൊല്ലിപ്പിടിച്ചതിന്റെ ഭാഗമാണ് ഇപ്പൊ കുറച്ചാൾക്കാർ യമനിക്ക് പോയത്. ഇപ്പൊ കുറച്ചാൾക്കാർ ഇവിടെ കാണാനല്ല. ഞാൻ ജോലി ചെയ്യുന്ന ചെറുവത്തൂരിനടുത്ത് പടന്നയിൽ 17 കുടുംബത്തെ കാണാനല്ല, 17 കുടുംബത്തെ. അവർക്കിപ്പോ യമനിക്ക് വയ്ക്കുക. പണ്ടൊക്കെ യമനിന്ന് എല്ലാവരും ഇങ്ങോട്ട് പോയിരുന്നു. അമ്പറന്നങ്ങൾ ഇങ്ങോട്ട് പോകുന്നു, വസൽബുക്കോയത്തങ്ങൾ ഇങ്ങോട്ട് പോകുന്നു, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ വലിയ വലിയ മഹാന്മാരൊക്കെ ഇങ്ങോട്ട് പോന്നപ്പോ ഇവരിപ്പോ അങ്ങോട്ട് കൊണ്ടിരിക്കുക. അതിന് കാരണം പറഞ്ഞെന്താ അറിയോ? ഇവർ ഇസ്ലാം മാസം എഴുതിയിട്ടുണ്ട്. കാരണം പറഞ്ഞത് കേരളത്തിൽ യഥാർത്ഥ ഇസ്ലാം ഇല്ലെന്നാ. കേരളത്തിൽ യഥാർത്ഥ ഇസ്ലാം ഇല്ല, കേരളത്തിൽ യഥാർത്ഥ ഇസ്ലാം ഇല്ല പോലും ഇങ്ങനെ പറയുന്നു. ആ ടീം പറയുന്നത് കേരളത്തിലെ സുന്നികളൊക്കെ പഴച്ചവരാ. നമ്മൾ പണ്ടേ പഴച്ചു പോട്ടെ, ജമാഅത്തും പഴച്ചവരാണ്. പിന്നെ സ്വർഗത്തേക്ക് ഉണ്ടായിരുന്നതാരാ? മുജാഹിദ്. അതിനെക്കുറിച്ച് ഇസ്ലാഹ് മാസിക പറയുന്നു, ഓലും പോയി. ഞങ്ങൾ കുറച്ച് മുജാഹിദ് മാത്രമേ ശരിയായ മാർഗത്തിലുള്ളൂ. അതാണ് ആട് സലഫികൾ. അവർ ദമ്മാജിലേക്ക് പോയി. എന്തിനാ ദമ്മാജ് പോയത്? അവർ പറയുന്നത് അല്ലാഹു റസൂൽ എങ്ങനെ ജീവിച്ചത് അങ്ങനെ തന്നെ ജീവിക്കണം. നബി എങ്ങനെ ജീവിച്ചത്? ആട് മേച്ചിട്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കണം? ആട് മേച്ചിട്ട്. അല്ലാഹു റസൂൽ വിശക്കുമ്പോഴോ ആടിനെ കറന്നു, ആ പാല് കുടിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആടിനെ കറക്കണം, പാല് കുടിക്കണം. അടുത്ത കാലത്ത് നിലമ്പൂര് അത്തിക്കാട് എന്ന സ്ഥലത്ത് കുറെ സ്ഥലക്ക് മേടിച്ച് അവിടെ ആളുകളെ ആടക്കം വെച്ച് നടന്നിരുന്നു. ഈ IS പ്രശ്നം വന്നപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് മുങ്ങി കാണാനല്ല. എന്നിട്ട് ഇവരവിടെ പോയി, യമനിലേക്ക് പോയി. എത്തിയ ഉടനെ പാസ്പോർട്ട് കീറി വലിച്ചെറിഞ്ഞു. ഇനി തിരിച്ചു വരാൻ പോലും പറ്റാത്തൊരവസ്ഥയാക്കി. കാരണം പറയുന്നത് എന്താ? അല്ലാഹു റസൂൽ ചെയ്യാത്തതും ചെയ്യാൻ പാടില്ല. ഞാൻ പടന്നയിൽ പ്രസംഗിച്ചപ്പോൾ ചോദിച്ചു, അല്ല ഇവരൊക്കെ ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് യമനിക്ക് പോയത്? അല്ല, അത് ഇവര് ഫ്ലൈറ്റിലാണ് പോയത്. റസൂൽ അങ്ങനെ പോയിക്കണം. അല്ലാഹു റസൂലിനകത്ത് ഫ്ലൈറ്റ് ഇല്ലല്ലോ. ഫ്ലൈറ്റ് ഉണ്ട്, ഫ്ലൈറ്റ് ഇല്ല. അപ്പോഴോ അല്ല, അത് പിന്നെ അതിന് മറുപടി ഇല്ല. നിങ്ങൾക്ക് എങ്ങനെ യമനെ കുറിച്ച് അറിഞ്ഞത്? അവരൊന്നും അവിടെ ഒരു വലിയൊരു ഷെയ്ഖ് ഉണ്ട്. ആരാ ഷെയ്ഖ്? ഷെയ്ഖ് മുഖ്ബിൽ. ആരാ ഷെയ്ഖ് മുഖ്ബിൽ? ചരിത്രം പഠിക്കണ്ടേ? 2015 ഏപ്രിൽ മാസം 10-ാം തീയതി ഇറങ്ങിയ ചന്ദ്രിക ദിനപത്രത്തിൽ പറയുന്നു, ഷെയ്ഖ് മുഖ്ബിൽ ആരാ? പരിശുദ്ധമായ ഹറം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറം മക്കത്തുൽ മുക്കറമ ആക്രമിക്കാൻ പ്ലാൻ ഇടുകയും അതിന്റെ പേരിൽ അറസ്റ്റിലായി സൗദിയിൽ കുറെ കാലം ജയിലിൽ കിടന്നാലാണ് ഷെയ്ഖ് മുഖ്ബിൽ. അയാളത്തേക്ക് പഠിക്കാൻ അവർ പോയിക്കുന്നത്. ഹറം ആക്രമിച്ചാൽ അയാളെ ഈമാൻ എന്തായിരിക്കും? വിശുദ്ധ ഹറം ആക്രമിക്കാൻ പോയാൾ. നമ്മൾ പറയല്ല, ചന്ദ്രിക ദിനപത്രത്തിൽ വന്നു. അതേ ആശയം തന്നെ 2015 വിചിന്തന മാസികയിലും വന്നിട്ടുണ്ട്. ആ ഷെയ്ഖ് മുഖ്ബിലിന്റെ ആശയം പഠിക്കാനാണ് കേരളക്കരയിൽ നിന്ന് ചില ആളുകൾ പോയത്. ചില ആളുകൾ പോയി പഠിച്ച് തിരിച്ചു വന്നവരാണ് ചില വിദണ്ഡവാദങ്ങൾ ഇവിടെ പ്രസംഗിച്ചത്. അതിൽപ്പെട്ടൊരു പ്രസംഗമായിരുന്നു. ഒരു മൗലവി പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? ഇവിടുത്തെ ഹിന്ദുക്കളോടൊന്ന് സ്നേഹത്തിൽ വർത്തിക്കാൻ പാടില്ല. ഇവിടുത്തെ ഹിന്ദുക്കളോട് എന്താണിതൊക്കെ? ഇന്ത്യ രാജ്യത്തിന്റെ പാരമ്പര്യം എങ്ങനെയാണോ? കേരളത്തിന്റെ പാരമ്പര്യം എങ്ങനെയാണോ? ഇവിടുത്തെ മുസ്ലിങ്ങളുമായി കൊണ്ടും കൊടുത്തും സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന സുന്ദരമായൊരു കാലഘട്ടം അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ ഒരു അമുസ്ലിമുമായി കൊണ്ട് സ്നേഹത്തിൽ വർത്തിക്കാൻ പാടില്ല.
എന്തിനേറെ നമ്മുടെ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോ നമ്മുടെ പി എ ആയിക്കൊണ്ട് അസിസ്റ്റന്റ് ആയിക്കൊണ്ട് ഒരു ഹിന്ദുവിനെ നിയമിക്കാൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണോ? മഹാനായ മമ്പ്രന്തങ്ങളെ പി ആരായിരുന്നു? കോന്തുനായരായിരുന്നു. ടിപ്പു സുൽത്താൻ അബ്ദുല്ലാഹി മർക്കദ മഹാനവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തായിരുന്നു. പൂർണ്ണയ്യായിരുന്നു. സാമൂതിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തവരായിരുന്നു. കുഞ്ഞാലി മരക്കാരായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ വർത്തിച്ച നല്ലൊരു കാലഘട്ടമായിരുന്നു. ഇയാൾ കാട് കയറി ഒരു കാര്യം കൊണ്ട് പ്രസംഗിച്ചു. എന്താ പറഞ്ഞറിയോ? മലപ്പുറം ജില്ലയിൽ വന്ന് ഇതര ജില്ലകളിലുള്ളതായ അമുസ്ലിമുകൾ ജോലി ചെയ്യാറുണ്ട്. ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവർ പറയാറുണ്ട്, ഇതുപോലത്തെ ഒരു ജില്ല ഞങ്ങൾ കണ്ടിട്ടില്ല, ഇവിടുത്തെ മുസ്ലിമീങ്ങൾ നല്ലവരാണ്. ഇയാൾ പറയാ, ഇനി മേലാൽ അങ്ങനെ ഒരു അമുസ്ലിം പറയാനുള്ള അവസ്ഥ ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ ഈ പോകുമ്പോഴൊക്കെ നമ്മൾ എന്താക്കണം? പരമാവധി അവരടങ്ങാറാക്കിയിട്ട് അവരെന്ത് പറയണം? ഇവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ ക്രൂരന്മാരാണ് പറയാനുള്ള അവസ്ഥ ഉണ്ടാക്കണം. ഇതാണ് സമസ്ത കേരള ജമിയത്തുലമയുടെ പോഷകണമായ SYS-ഉം SKS-ന്റെ ആദർശവിംഗായ ഇസ്തിഖാമയും ഈ സലഫിസം തീവ്രവാദത്തിലേക്ക് എന്നുള്ള വിഷയം ചർച്ച ചെയ്യാൻ കാരണം ഒരു വിഷയം തന്നെയാണ്. ഇത് ഗൗരവമാണ്. ഇത് നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല, ഇതൊന്നും മൂടി വെക്കാൻ കഴിയില്ല. മോരോട് ആ മാത്രം കൽപ്പിക്കുന്നു. ഒരു ജനതയോടുള്ള അമർഷം, അവരോട് അനീതി കാണിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കരുത്. യഅദിലു, നീതി കാണിക്കണം. ഹു അഖറബുൽ തഖ്വ, അത് തഖ്വയോട് യോജിച്ചതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നീതി കാണിക്കൽ മാത്രമേ ഉള്ളൂ, ആത്മബന്ധം പുലർത്തലില്ല. നിങ്ങളോട് എനിക്ക് ബന്ധമില്ല എന്ന് തന്നെ നമ്മൾ തെളിയിക്കുന്നത്. കണ്ടോ, ഒരു അമുസ്ലിമിനോട് ബന്ധമെല്ലാം തെളിയിക്കണം. പറയട്ടെ, നമ്മൾ നീതി കാണിക്കുമ്പോൾ ബന്ധമുണ്ടെന്ന് ആർക്ക് തോന്നരുത്. എനിക്ക് എന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മലപ്പുറത്ത് ജോലി ചെയ്ത കാലത്ത് എന്റെ കൂടെ താമസിച്ചിരുന്ന ഒരു മുസ്ലിമാണെന്ന് നാളെ ഒരു സാഹിത്യകാരനോ ഒരു കലക്ടറോ വേറൊരു നാട്ടിൽ പോയിട്ട് പ്രസംഗിക്കുമ്പോൾ യാത്രയപ്പിന് പ്രസംഗിക്കാൻ ഇടവരരുത്. ഉണ്ടോ? എനിക്ക് ഏറ്റവും സ്നേഹമുണ്ടായത്, ആത്മബന്ധമുണ്ടായത് മലപ്പുറം ജില്ലയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു മുസ്ലിം സഹോദരനാണെന്ന് ഒരു അന്യ മതത്തിൽപ്പെട്ട ഒരാൾക്ക് അന്യ ജില്ലയിൽ പോയി പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അത്ര ആത്മബന്ധങ്ങളൊന്നും വേണ്ട. ഇതൊക്കെ ഇസ്ലാമാണോ? ഇതൊക്കെ ഇസ്ലാമാണോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സങ്കീർണമാണ്, ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അനസ് മൗലവി പറയുന്നത് കേട്ടോളൂ. അനസ് മൗലവിയും സക്കരിയ സലാഹിയും ഈ വിഷയം പറയുന്നുണ്ട്. അനസ് മൗലവി മടവൂരിലേക്ക് അടുക്കുന്നു എന്ന് കണ്ടപ്പോൾ സക്കരിയ സലാഹി പറഞ്ഞു, ഇതാ KNM-കാർ മടവൂരുമായി കൊണ്ട് ലയിക്കാൻ പോവുകയാണ്. അപ്പൊ അതിനെ വിമർശിച്ചുകൊണ്ട് അനസ് മൗലവി പറയുന്നു, സക്കരിയ അതിന് മറുപടിയും കൊടുക്കുന്നു. മടവൂര് ഈ രണ്ട് ആളുകളെ കുറിച്ച് അവരുടെ രീതി, അവരുടെ സംസ്കാരം കൂടി മനസ്സിലാക്കാൻ നല്ലതാണ്. എന്ത് വിഷയത്തിലാണെന്നും അവരെത്രത്തോളം മടവൂരി ഭാഗത്തെ ഏത് രീതിയിലാണ് കണ്ടിരുന്നെന്നും മനസ്സിലാക്കാൻ ഏറ്റവും നല്ലതാണ്. എന്നിട്ട് അവരാണിപ്പോ ഒന്നിക്കുന്നത് നമ്മൾ എതിർക്കാൻ വേണ്ടി. അവരൈക്യത്തിലാകുന്നു. നമുക്കൊരു കുഴപ്പമില്ല, ഒന്നിച്ച് കിട്ടിയാൽ ഒരുപാട് വിഷയങ്ങൾക്ക് ഒറ്റ മറുപടി പറഞ്ഞാൽ മതി. നമുക്ക് സുഖമാണ്. ഒറ്റ മറുപടി പറഞ്ഞാൽ മതിയോ? പറയട്ടെ. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് മടവൂരിസാണെന്നാ. ഇവിടെ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി. ഇപ്പൊ മടവൂരികൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? മടവൂരികളെ കാണൂല്ലോ. ഒക്കെ നിങ്ങളായില്ല ഇഞ്ഞവിടെ മടവൂരിനെ കാണുക. ഒക്കെ ലയിച്ചില്ലപ്പോ. നിങ്ങൾ മടവൂരികളെ കാണോ? ഇത്രയും കാലം മടവൂരികൾ കൊണ്ടുവന്നത് എന്താ? അവര് തെരുവോരങ്ങളിട്ട് നാട്ടിച്ചതെന്താ? ഈ പറയുന്ന ഈ ചീഞ്ഞു നാറുന്ന ഈ ഉച്ഛിഷ്ടം വിസർജ്യമാണ് ഓരോ കേരളത്തിന്റെ മുക്കുമൂലകളിലും മടവൂരികൾ വാരി വിതറിയത് അല്ലേ? ഞങ്ങളത് കോരിക്കളഞ്ഞു. ഞങ്ങൾ കുറച്ച് നാറി, അത് ശരിയാ. കാരണം ഇത് വിസർജ്യ കോരിയത്, അതുകൊണ്ട് കുറച്ച് നാറ്റം ഞങ്ങൾക്ക് ഉണ്ടാവും. ഇത് കോരിയല്ലേ? ഞങ്ങൾ പറഞ്ഞ വാക്കുകൾ മടവൂരി ഭാഗത്തെ കുറിച്ച് ഉപയോഗിച്ച വാക്കുകളാണ് അതൊക്കെ. പറയട്ടെ. വിളിക്കാൻ തയ്യാറാ. ഞങ്ങൾക്ക് കുറച്ചൊന്നല്ല നാറ്റം. നിങ്ങളാ നാറ്റം ഓപ്പറേഷൻ ചെയ്താൽ പോല. നിങ്ങൾ മടവൂരിസം ഭാര്യ കുടിക്കുകയും അകത്തേക്ക് കഴിക്കുകയും ചെയ്തു. ദേഹത്ത് പുരട്ടി. എന്നിട്ട് നിങ്ങൾക്ക് തീരുന്നില്ല, ഇമ്പം തീരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ കോരിക്കളയാണ്, പക്ഷെ നിങ്ങൾ അകത്തേക്ക് കഴിക്കായിരുന്നു. കഴിഞ്ഞ 1.5 കൊല്ലമായി മുജാഹിദ് യോഗങ്ങളിലും തെരുവോരങ്ങളിലും നിങ്ങൾ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് മടവൂരിസമാണ്. കണ്ടത് നിങ്ങൾ? ഇവരൊക്കെ എങ്ങനെയോ ഒന്നിക്കൽ, എന്താണ് ഒന്നിക്കാനുള്ള മാനദണ്ഡം ഉണ്ടാക്കുന്നവർ? ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ചില വിഷയങ്ങൾ. ഇതിനേക്കാൾ ഞാൻ കാണുന്ന വിഷയം അടിസ്ഥാനപരമായ ആദർശപരമായ വിഷയങ്ങൾ. ഉദാഹരണം പറഞ്ഞ കണ്ണേറിനെ കുറിച്ച് കാഴ്ചപ്പാടെന്താ? മടവൂരി ഭാഗം പറയുന്നത് കണ്ണേറുണ്ടെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്താക്കുന്ന.
എന്തിനേറെ മടവൂരി ഭാഗത്തിന് ചില വാദങ്ങൾ ഖബറിൽ ശിക്ഷയില്ല എന്ന വാദമുണ്ട് അവർക്ക്. ഖബറിൽ ശിക്ഷയില്ല, സിറാത്ത് പാലല്ല, ഒന്നുമില്ല. ഖബറിൽ ശിക്ഷയില്ല, സിറാത്ത് പാലല്ല. ഇതിനൊക്കെ പച്ചയായി എതിർത്ത വിഭാഗമാണ് മടവൂരി വിഭാഗം. അവരുമായിട്ടാണ് ഇത്ര KNMകാർ യോജിക്കാൻ പോകുന്നത്. KNMമാർക്ക് വേറെ പ്രശ്നമുണ്ട്, അത് മടവൂരി വിഭാഗം പറയും. പക്ഷെ ഈ ഒന്നിക്കുമ്പോ ഇതുവരെ പരസ്പരം ആരോപിച്ച വിഷയങ്ങൾ എന്ത് ചെയ്യും? കണ്ണീറിനെ കുറിച്ച് ഇവർ എന്തൊക്കെയാ പറഞ്ഞത്? കണ്ണീർ ഫലിക്കൂല, അതിൽ പച്ചയായി എതിർത്തു. അപ്പൊ ഹുസൈൻ സലഫി മറുപടി പറഞ്ഞില്ലേ? കണ്ണീറിനെ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച് ഹുസൈൻ സലഫി പറഞ്ഞില്ലേ, അവർ വിവരമില്ലാത്തവരാണ്, വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്തവരാണ്, ലോകം തിരിയാത്തവരാണ്, ഹദീസ് നിഷേധികളാണ്. എത്രത്തോളം പറഞ്ഞു? ചേകനൂരികളാണ്. മടവൂരി വിഭാഗത്തെ കുറിച്ച് പറഞ്ഞവർ ചേകനൂരികളാണ്. ചേകനൂരിന്റെ എല്ലാ വാദങ്ങളുമുള്ളവരാണ് കേരളത്തിലെ മടവൂരികൾ എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. പറയട്ടെ, അതേ മഹാനായ അമാനി മൗലവിയതാ ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ഒരു വാചകം എടുത്തുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് എത്ര സത്യം. ഇതിനെ നിഷേധിക്കുന്ന ആളുകളെ, ഇതൊക്കെ മൗഢ്യമാണെന്ന് പറയുന്നവരെ, ഇതൊക്കെ എതിർക്കുന്ന ഹദീസ് നിഷേധികളെ, ഒന്നാലോചിക്ക് മൗലവി എന്താ പറയുന്നത്? ബുദ്ധി കൊണ്ടും അറിവുകൊണ്ടും വളരെയൊന്നും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ആളുകൾ കണ്ണേർ നിഷേധിക്കുന്നുണ്ട്. കണ്ണേർ നിഷേധിക്കുന്നവർക്ക് മൗലവി കൊടുത്ത ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാ? ബുദ്ധിയില്ല. എന്ത്? കണ്ണേർ നിഷേധിക്കുന്നവർക്ക് ബുദ്ധിയില്ല. മടവൂരികളെ കുറിച്ച് പറയാം. 2, അറിവുമില്ല. അറിവുമില്ല. പിന്നെ വെറും ഊഹാപോഹമാണെന്നാണ് അവര് പറയുന്നത്. അവര് പറയുന്നതൊക്കെ ഊഹാപോഹമാണെന്നാണ്. ഇനി കേട്ടോ, ബുദ്ധിയും അനുഭവജ്ഞാനവും മതപരമായ അറിവും കുറഞ്ഞ മൂഢന്മാരും. ആരാണ് നിഷേധിക്കുന്നത്? ബുദ്ധിയും അനുഭവജ്ഞാനവും മതപരമായ അറിവും കുറഞ്ഞ മൂഢന്മാരും, മൂഢധാരണകളുടെ കട്ടിയേറിയ മറയ്ക്കകത്ത് കഴിയുന്നവരും അതേസമയം തൊലിക്കട്ടി കൂടിയവരുമാണവർ. ആരാ പറഞ്ഞത്? അമാനി മൗലവി. ഇതിനൊക്കെ നിഷേധിക്കുന്നവർക്ക് തൊലിക്കട്ടി, ഭയങ്കര തൊലിക്കട്ടി വേണം. അള്ളാന്റെ റസൂലിന്റെ ഹദീസ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നിഷേധിക്കുക, അതൊക്കെ ബാധിക്കുന്നു പറഞ്ഞാൽ മുശ്രിക്കായി പോയി, ശിർക്കായി, കുഫറായി എന്നൊക്കെ പറയാൻ കുറച്ചൊന്നല്ല. ഇൽമുമില്ല, ഒരു നിലക്കുള്ള വിവേകവുമില്ല, തൊലിക്കട്ടിയാണെങ്കിൽ ഗംഭീരവുമാണ് എന്നാണ് മൗലവി പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒന്നിക്കുമ്പോ തൊലിക്കട്ടി കുറഞ്ഞോ? ഇപ്പൊ തൊലിക്കട്ടി കുറഞ്ഞോ? എന്താണ് ഇത്? ഞാൻ പറഞ്ഞില്ലേ, വിശ്വാസപരമായ കാര്യങ്ങളാണ്. കണ്ണേറിനെ കളിയാക്കണമെന്നിവർ. അബ്ദുസ്സലാം സുല്ലമി മടവൂരി ഭാഗത്തിന്റെ സമുന്നതനായ നേതാവ്, അദ്ദേഹം കളിയാക്ക. അദ്ദേഹം പറയും, എനിക്ക് ഈ സുന്നികളൊക്കെ കണ്ണീർ മൂലം കൊല്ലണം എന്ന് ആഗ്രഹമുണ്ട്. അവിടെ കളിയാക്കി പറയാ, പക്ഷെ പോലീസ് പിടിക്കുന്നത് പിടിച്ചിട്ടാണ്. അപ്പൊ സക്കരിയ അതിലിരട്ടി അങ്ങോട്ട് കളിയാക്ക. സക്കരിയ സലാഹി പറയാണ്, പോലീസിനെ പേടില്ലെങ്കിൽ ഇയാൾ കണ്ണീർ മൂലം സുന്നികളെ കൊന്നിരുന്നു. എന്താണിത്? റസൂലുള്ള പറഞ്ഞതല്ലേ, അൽ ഐനു ഹഖുൻ, കണ്ണീർ എന്താണ്? ഹഖ. നബി വ്യക്തമായി പറഞ്ഞ സഹീഹ് മുസ്ലിം ഹദീസല്ലേ? അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെ പരസ്യമായി പരിഹസിച്ചവർ. എങ്ങനെയാണിത് കൊന്നിക്കൽ? അതാണ് നേരത്തെ സത്താർ സാഹിബ് പറഞ്ഞതുപോലെ, ഇവർക്ക് വിശ്വാസമോ ഇസ്ലാമോ ഈമാനൊന്നല്ല പ്രാധാന്യം, ഇവർക്ക് ഇവരുടെ കാര്യം നടക്കലാണ്. എന്തിനാണ് എന്റെ സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതിന്റെ പിന്നാലെ നടക്കണം. എന്തിനു നടക്കണം? പരലോകത്തെക്കുറിച്ച് പേടിയുണ്ടെങ്കിൽ, അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയുണ്ടെങ്കിൽ ഒന്ന് മാറി ചിന്തിച്ചുകൂടെ? പറയട്ടെ. കണ്ണേറിലൂടെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഭയങ്കര പൂതിയാണ്. ഇത്ര പോലീസ് പിടിക്കുന്നു പേടിച്ചിട്ടാ. ഒന്ന് കാണിച്ചെടുത്താണ്. എനിക്ക് കുറെ ആളുകളെ എനിക്ക് കണ്ണേർ വലിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ പോലീസ് കുറച്ചൊക്കെ ശാരീരികമായി പീഡനം ചെയ്യാൻ ആഗ്രഹമുണ്ട്. പോലീസ് ശിർക്കും വിധത്തിൽ പ്രസംഗിച്ചെടുക്കുകയാണ്. പക്ഷെ പോലീസ് പിടിച്ചൊന്ന് പേടിച്ചിട്ടാ. എങ്ങനെയുണ്ട്? കണ്ണേർ വലിപ്പിച്ചിട്ട് ഉപദ്രവിക്കാം. അപ്പൊ ഇയാൾ ദുഷ്ടക്കണ്ണാണ് ഇയാൾക്ക് ഉള്ളതെന്ന് സമ്മതിക്കുകയാണ്. ആർക്ക്? സക്കരിയാന്റെ ഉസ്താദാണ് അബ്ദുസ്സലാം സുല്ലമി. ഉസ്താദിന് ദുഷ്ടക്കണ്ണാണുള്ളത് എന്ന് സമ്മതിക്കാണ്. ഇയാളെ കണ്ണ് ദുഷ്ടക്കണ്ണാണ്. പക്ഷെ ഇയാള് കാന്തപുരത്തി മറ്റൊക്കെ ഇങ്ങനെ ദുഷ്ടക്കണ്ണോട്ട് നോക്കി ഉപദ്രവിക്കാത്ത പോലീസ് പിടിച്ചെന്ന് പേടിച്ചിട്ടാണ്. എന്ത് പൊട്ടത്തരാ പറഞ്ഞത്? ആ പൊട്ടത്തര ആൾക്കാർ നമ്മൾ കൂടാൻ പോണതേ, അത് അതിലും വലിയ പൊട്ടത്തരല്ലേ? ഇതിന് അടിസ്ഥാനപരമായ കാര്യങ്ങളല്ലേ ചർച്ച ചെയ്യുന്നത്? പറയട്ടെ. എങ്ങനെ പോലീസ് തെളിയിക്കല്? വലിയ മുഹദ്ദിസാട്ടോ. സ്വന്തം ഉസ്താദേ വലിയ മുഹദ്ദിസാണ് കേട്ടോ. ഒരു കുത്തും. എന്റെ മുസ്ലിമീങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, എവിടേക്കാണ് ഈ പ്രസ്ഥാനം? എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിന് യോജിപ്പ്?
ഇനി നോക്കൂ നിങ്ങൾ ജിന്ന് കൂടുന്നതിനെ കുറിച്ച്. ഇതൊക്കെ ഇവർ പറഞ്ഞു വെച്ചു, ഒക്കെ രേഖയായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും തള്ളാൻ പറ്റൂല. ഈ 2 പുസ്തകം മാത്രം മതി, കൂടുതലൊന്നും വേണ്ട. ഇവരെ ശബാബും ജിന്നിനൊക്കെ എന്റെ കയ്യിലുണ്ട്, ഒന്നും വേണ്ട. ഈ 2 പുസ്തകം എടുത്താൽ തന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. എല്ലാം, ഒട്ടുമിക്ക തർക്കങ്ങളും ഇതിൽ പറയുന്നുണ്ടോ? തർക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ രേഖപ്പെടുത്തുന്ന? 1, സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ജൂത വിശ്വാസമാണെന്നാണ് മടവൂരി ഭാഗം പറയുന്നത്. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ജൂത വിശ്വാസം. മുത്തുനബിക്ക് സിഹിർ ബാധിച്ചെന്ന് എവിടെയുണ്ട്? ബുഖാരിയിലുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അലിമദിനി എന്താ പറഞ്ഞറിയോ? അലിമദിനി പറഞ്ഞത് ബുഖാരുണ്ട്, ബുഖാരിന്റെ തള്ള. അതിന് എത്ര മാർഗമുള്ളൂ? ഖുർആൻ എതിരായിക്കൊണ്ട് ബുഖാരിൽ കണ്ട ബുഖാരി തള്ളണം. എന്ത് തള്ളണമെന്നാണ്? സഹീഹുൽ ബുഖാരി എവിടേക്കാണ്? ഇതിലും പറയുന്നുണ്ട് മുത്തനബിക്ക് സിഹിർ വാദിച്ചു എന്ന് വാദി വിശ്വസിക്കാൻ പാടില്ല, അത് തെറ്റാണ്. ഇവർ പറയുന്നു അങ്ങനെ വിശ്വസിക്കണം. ബുഖാരിയിലുണ്ട്. 2, സിഹിർ ഫലിക്കുമെന്ന വിശ്വാസം തന്നെ ഷിർക്കാണ്. നബിക്ക് ഫലിക്കുന്നു വേണ്ട, ആർക്കായാലും സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കൽ ഷിർക്കാണ്. അത് മടവൂർ വിഭാഗത്തിന്റെ വാദമാണ്. ഇതിൽ പറയുന്നു ഇവർ പറഞ്ഞ അങ്ങനെ വിശ്വസിച്ചേ പറ്റൂ. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കണം, വിശ്വസിച്ചില്ലെങ്കിൽ ഷിർക്കാണ്. ഇത് പറയുന്നു വിശ്വസിച്ചാൽ ഷിർക്കാണ്. ഒന്നിക്കുമ്പോൾ ഇത് തള്ളുമോ ഇത് തള്ളുമോ? ഏതല്ല? ഏത് തള്ളും? 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹിർ ബാധിച്ചു എന്ന ഹദീസ് ഖുർആനെതിരാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റസൂലിന്റെ ഹദീസ് ഖുർആനെതിരാണ്. വമാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹിയ്യുൻ യുഹാ. മുത്തനബി കാര്യം പറയണമെങ്കിൽ അല്ലാഹു എന്നുള്ള വഹി നിർദ്ദേശം കിട്ടിയിരിക്കണം. എന്നിട്ട് ആ വഹി ഖുർആനെതിരാണ്. അടുത്തത്, സിഹിർ ഫലിക്കാമെന്ന് വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കേനമിന് ഒരൊറ്റ ആൾ സ്വർഗത്തിൽ കടക്കൂല. കാരണം കേനമിറക്കും വിശ്വാസം എന്താ? സിഹിർ ഫലിക്കുമെന്നാണ്. അപ്പൊ ഒന്നിച്ചാൽ ഇവിടെ ഒന്നിക്കും. സ്വർഗത്തിലെത്തുമ്പോ കേനമര നരകത്തേക്കും പോകും, മടവൂരിന് സ്വർഗത്തേക്കും പോകും അല്ലേ? അടുത്തത്, വിശ്വാസിയായ മനുഷ്യന് ജിന്ന് ബാധയുണ്ടാവാം എന്ന് വിശ്വസിച്ചാൽ അത് അന്ധവിശ്വാസമാണ്. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഖുർആനും ബുദ്ധിക്കുമെതിരായ ധാരാളം ദുർബല ഹദീസുകളുണ്ട്. എത്രത്തോളം? അബ്ദുസ്സലാം സലീം പറഞ്ഞെന്താ അറിയോ? ബുഖാരിൽ 60 ഹദീസ് ലൈഫാണ് ബുഖാരിലെ. അപ്പൊ അത് മടവൂരികളോട് കേന്നമാർ ചോദിച്ചപ്പോ അബ്ദുസ്സലാം സലീം മറുപടി എന്താ അറിയോ? ഞാനങ്ങനെ 60 ഹദീസ് ലൈഫാക്കിയതുകൊണ്ട് മുജാഹിദീങ്ങൾക്ക് വല്ല കോട്ടുണ്ടോ? ഇസ്ലാമിന് കോട്ടുണ്ടോന്നല്ല, ഞാനങ്ങനെ ഇടയ്ക്കൊക്കെ ലൈഫാക്കിച്ചിട്ട് അത് ഇസ്ലാമിന് കോട്ടുണ്ടോ അറിയിക്കുന്നത്. മുജാഹിദിനല്ല കോട്ടുണ്ടോ? അപ്പൊ മുജാഹിദിന് കോട്ടല്ലെങ്കിൽ ഇനിയും ലൈഫാക്കും, ഞങ്ങൾക്ക് അനുകൂലമാണ് സഹിയാക്കും. അതൊക്കെ ഞങ്ങൾ ഇട്ട പോലെ. എന്തുകൊണ്ടായി കളിക്കുന്നത്? വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ 2ാമത്തതല്ലേ വിശുദ്ധമായ ഹദീസ്? ആ ഹദീസ് കൊണ്ടാണ്, അതും സഹീഹുൽ ബുഖാരി ഹദീസ് കൊണ്ട്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഹദീസ് നിഷേധം എന്ന് പറഞ്ഞിട്ട്, ചേങ്ങനൂരിന്റെ മറ്റൊരു പതിപ്പാണെന്ന് പറഞ്ഞിട്ട് എവിടെ അതിനൊക്കെ തെളിവ്? തെളിവ് എമ്പാടുമുണ്ട്. ഇതെന്നെയാ പറഞ്ഞത്. ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത്? നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയില്ലാതെ കൂട്ടരെ ഞാൻ ഒരു ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? ഇൻഷാ അല്ലാഹ് ഇതൊരു തുടക്കം. അതൊരു തുടക്കം. അത് തീരുന്നില്ല. ഇത് ഇവർക്കുള്ള ഭിന്നിപ്പുകൾ തീരുന്നില്ല, ഒരു തുടക്കം മാത്രമാണ്. ഞാൻ ഇപ്പൊ അത് പറയുന്നുള്ളൂ. വേറെ 1-2 കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു തുടക്കം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അറിയാതെ പെട്ടുപോയ മുജാഹിദ് സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറി ചിന്തിക്കാൻ പറ്റിയ സമയമാണ്. നിങ്ങൾ ഐക്യപ്പെട്ടോളൂ. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഏക സിവിൽ കോഡ് വിഷയങ്ങൾ ഒറ്റക്കണ്ട നമ്മൾ ഐക്യപ്പെടുക സ്വാഭാവികമാണ്. പക്ഷേ ആദർശപരമായിട്ട് എങ്ങനെ യോജിക്കും? എന്തൊക്കെയും യോജിക്കാത്ത വേറെ ടീമുണ്ട് കേട്ടോ. നമ്മുടെ ഏക സിവിൽ കോഡ് ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ, ശരീഅത്ത് പ്രശ്നം വരുമ്പോൾ യോജിക്കാൻ പറഞ്ഞാൽ അതിന് വിട്ടു നിൽക്കുന്നൊരു ടീമുണ്ട്. എന്നിട്ട് അവരിപ്പോൾ ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിന്റെ കാര്യം എന്താ? നേരത്തെ സത്താർ സാഹിബ് പറഞ്ഞില്ലേ, ഒരു സ്വാമി പ്രസംഗിച്ചു. ഏതാ സ്വാമി അറിയോ? ആ സ്വാമിയാണ് പണ്ട് മഞ്ചേരി പ്രസംഗിച്ചത്. കാന്തപുരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശ്രീകൃഷ്ണനാണെന്നാണ്. കേരളത്തിന്റെ ശ്രീകൃഷ്ണനാണ് കാന്തപുരം എപ്പിയ ബോക്രൂസ് എന്ന് പ്രസംഗിച്ച ആളാ. അന്ന് കാന്തപുരം ഒന്നും മുണ്ടിട്ടില്ല, പറഞ്ഞോളൂ എന്ന് പറഞ്ഞത്. കാന്തപുരത്തിന്റെ കേരളത്തിന്റെ ശ്രീകൃഷ്ണനാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് ഈ സ്വാമി പണ്ട് മഞ്ചേരിയിൽ പ്രസംഗിച്ചപ്പോ കാന്തപുരം തിരുത്തിയില്ല. ആ പ്രസംഗം കേൾപ്പിച്ചെടുത്തട്ടെ.
കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞതാണ്. കാന്തപുരം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ശ്രീകൃഷ്ണനാണ്. അന്ന് പറഞ്ഞപ്പോ ഉസ്താദിന് ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞപ്പോ ഉസ്താദിനെ കാര്യപ്പെട്ടാണല്ലോ ഉസ്താദിന് ഭയങ്കര വിഷമായി. മുത്തുനബിയെ കുറിച്ച് ഇവിടെ ആരെന്തൊക്കെ പറഞ്ഞു? ഉസ്താദിനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, മുത്തുനബിയുടെ താടിരോമം എന്റെ കയ്യിലുണ്ട്, കൈരോമം എന്റെ കയ്യിലുണ്ട്, അല്ലേ, തലമുടിയും എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലും ഉസ്താദൊന്നും മുണ്ടിയില്ല. ഉസ്താദ് അറിയാതെ അള്ളാഹുത്തോടൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദൊന്നും മുണ്ടിയില്ല. അപ്പോഴൊന്നും ഉസ്താദിന് പ്രശ്നം ഉണ്ടായില്ല. ഉസ്താദിനെ കുറിച്ച് സ്വാമി പണ്ട് മഞ്ചേന്ന് പ്രസംഗിച്ചു നിൽക്കും. അതെന്താണെന്ന് വെച്ചാൽ കാന്തപുരം എന്ന വാക്കിന്റെ സംസ്കൃതമാണ്. അതായത് കാന്തം എന്ന് പറയുന്ന വാക്കിനെ ആകർഷിക്കുന്നത് എന്നാണ് അർത്ഥം. പുരം എന്നതിന് അർത്ഥം നഗരം, ശരീരം എന്നൊക്കെയാണ്. അപ്പൊ കാന്തപുരം എന്ന് പറയുന്നത് കേരളം മുഴുവൻ, കേരളത്തെ മുഴുവൻ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമായോ കേന്ദ്രമായോ മാറിക്കഴിഞ്ഞു. അതിനെ കുട്ടികൾ തക്ബീർ പാസാക്കി. ഉസ്താദ് പറഞ്ഞാൽ നല്ലൊരു അങ്ങാടിയാണ്. ശരിയാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ. അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള സ്ഥലം അങ്ങാടിയാണ്. അത് ഉസ്താദാണ്. അപ്പൊ അല്ലാഹു അക്ബർ. അത് കുഴപ്പമില്ല, പോട്ടെ. ആ മാറ്റം ഞാൻ കുറച്ചും കൂടി കടത്തി പറയുകയാണ്. അത് നിങ്ങൾ ഈ കാണിച്ച ആവേശപ്രകടനം കൊണ്ടല്ല, നമ്മളത് ചിന്തിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? അത് ഇത് തന്നെയാണ്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓൾ അട്രാക്റ്റീവ്നെസ് എന്ന് ഇംഗ്ലീഷിലും, സംസ്കൃതത്തിൽ കർഷകേ ഇതി കൃഷ്ണ എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ആകർഷിക്കുന്നത് ഏതോ അതാണ് കൃഷ്ണൻ എന്ന് പറയും. അതുപോലെ കാന്തപുരം ആ അർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു കൃഷ്ണനായിട്ട് മാറിയിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോ ഉസ്താദ് ഒന്നും മുണ്ടിയില്ല. എന്നാലോ ഈ കഴിഞ്ഞ സമ്മേളനത്തിന് ഇവരൊരു കോഴിക്കോട് കടപ്പുറത്ത് എല്ലാവരും ഇവിടെ ശരീരത്തിനോട് ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങൾ മുണ്ടിയിട്ടില്ലേ മോശല്ലേ, അല്ലെങ്കിൽ തന്നെ മോഡിന്റെ ആളാണ്, പ്രചാരം ഉണ്ടല്ലോ. ആ നിലക്കൊരു ശരീഅത്ത് സംരക്ഷണ സമ്മേളനം വെച്ചു. ഒരു അവകാശ സംരക്ഷണം വേണം. ശരീഅത്തൊന്നും മുണ്ടിയില്ല, അവകാശം എന്ന് പറഞ്ഞത്. ആ സമ്മേളനത്തിൽ ഈ സ്വാമിയെ കൊണ്ടുവന്നു. സ്വാമി ഇയാളെ കുറിച്ച് മധു പറഞ്ഞ് പ്രതീക്ഷ കൊണ്ടുവന്നതാ. സ്വാമി അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞു പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട്. ഒരു തലക്ക് വെളിവില്ലാത്ത ആള് പ്രധാനമന്ത്രി ആയിക്കൊണ്ട് തുടങ്ങിയെന്നെ ആള് അടിച്ചൊളിച്ചു. കുട്ടികൾ ആവേശം കൊണ്ട് തക്കിപ്പിരല്ലേ. അപ്പോഴാണ് ഉസ്താദിന്റെ മുഖം കടന്ന് വികൃതമാകാൻ തുടങ്ങി. ഉസ്താദിനാകെ പ്രശ്നമായി. കാരണം ഇതെങ്ങാൻ അവിടെ എത്തിയാൽ കിട്ടണത് മുടങ്ങും. ആ പ്രശ്നം. ഇതിപ്പോ ഒരു സമ്മേളനം വെച്ച മോഡിയോട് പറയാം, അതിപ്പോ എല്ലാവരും വെക്കുമ്പോ ഞാനായിട്ട് വെക്കാരുന്ന എനിക്ക് നാട്ടിൽ നിലനിൽപ്പ് വേണ്ടേ, അതുകൊണ്ട് വെച്ചാണ്, വേറൊന്നുമില്ല. ഇയാളെ പ്രസംഗം ഞാൻ കേട്ടു, കാന്തപുരത്തെ പ്രസംഗം കേട്ടു. ഒരു സ്ഥലത്ത് പോലും ഇയാളെ പേരെടുത്ത് പറയുന്നില്ല. അതൊക്കെ ഒരു നമ്മളെ ആൾക്കാരുടെ മുന്നിൽ. കാരണം ഇപ്പൊ എല്ലാവരുടെ ഇടയിലും. ഇപ്പൊ എനിക്ക് ഓർമ്മ, ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോ ഒരു ഡോക്ടറിന്റെ കൂടെയുണ്ട്. ആ ഡോക്ടർ എന്നോട് പറഞ്ഞതാ, എനിക്ക് ആ കാന്തപുരത്തോട് കുറച്ചൊക്കെ മതിപ്പുണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പ്രശ്നത്തോടു കൂടെ, കാരണം മുസ്ലിമീങ്ങൾക്ക് പൊതുവായൊരു വിഷയം വരുമ്പോ എന്ത് അഭിപ്രായ വ്യത്യാസം അതൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു പൊതു വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കണ്ടേ. അയാൾ അവിടെയും ഭിന്നിച്ചു നിന്നില്ലേ. അതിപ്പോ പൊതുജനം മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പൊ അതിനു വേണ്ടി ഒരു പരിപാടി വെച്ചതാ. അതിലാ സ്വാമി ഒന്ന് പ്രസംഗിക്കട്ടെ. അപ്പൊ നമുക്കൊരു ചോദ്യം അപ്പൊ അവിടെ വരികയാണ്. എന്റെ ഉള്ളിൽ ഈ ചോദ്യം വന്നുകൊണ്ടിരുന്നത്, ഞാൻ ഏത് ഹിന്ദുവിനെയാണ് പ്രതിനിധീകരിക്കേണ്ടത്? അപ്പൊ നമുക്കിപ്പോ ഏറ്റവും വലിയ ശ്രദ്ധ കേന്ദ്രം എന്ന് പറയുന്നത് തലയ്ക്ക് വെളിവില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാൾ ജനിച്ചൊരു നാടുണ്ട്, ഗുജറാത്ത്. ഉസ്താദിന് അവിടെ സ്കൂളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് കഷ്ടപ്പാടൊന്നും ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചാ തുടങ്ങണത്. മൂപ്പര് പറയാണ്, ഞാൻ ഈ തലക്ക് വെളിവില്ലാത്തൊക്കെ പറഞ്ഞ ഉസ്താദിനോടെ ക്ഷീണം ഉണ്ടാകോ, ഒരു പേടിണ്ട്. ഇത് പ്രസംഗിച്ച് ഇയാൾ ഇരുന്ന ഉടനെ കാന്തപുരം അടുത്ത് കുളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ തലക്ക് വെളിവില്ലാത്ത പിൻവലിക്കണം. ഈ സാധു ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞതാണ്. ഒരു വട്ടം തന്നെ ഇയാൾ പറയണു, ഒരുപാട് തവണ പറയണ്ടേ. ഞാനത് അന്തസ്സോടെ പറയണ്ടേ, എനിക്ക് ധൈര്യത്തോടെ പറയാണ്, എനിക്ക് യാതൊരു പേടിയില്ല. അല്ല, അന്തസ്സോടെ. ഈ SYSന്റെ AP ഭാഗത്തിന് ഒന്നുമല്ല അയാള്. അതൊരു മതസംഘടനയെ പ്രതികരിച്ചുകൊണ്ട് വന്ന ആളാണ്. അയാൾ ധൈര്യത്തോടെ പറഞ്ഞു, തലക്ക് വെളിവില്ലാത്തൊരു പ്രധാനമന്ത്രിയാണ്. എന്നിട്ട് കാന്തപുരത്തിന് ഭയങ്കര ടെൻഷനായി. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ അരിക്കൽ ഇരുത്തി അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. എന്നിട്ട് ഇയാളെ പ്രസംഗം വേറെ പ്രസംഗം തുടങ്ങി. എന്നിട്ട് സ്വാമി രണ്ടാമത് എണീറ്റിട്ട് പറഞ്ഞു,
നിങ്ങൾക്കതുകൊണ്ട് വിഷമമുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കുകയാണ്. പക്ഷെ എൻ്റെ ഡിക്ഷണറി ഒന്നും ഒഴിവാക്കൂല, നിങ്ങൾക്ക് വേണ്ടി. നമുക്ക് നിങ്ങൾ ആ മനുഷ്യന്റെ മനസ്സ് പോലും ഇവർക്കുണ്ടായില്ല. പറയട്ടെ, അവിടെ നിന്ന് സംസാരിക്കാണ്. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ അത് വേറെ പ്രസംഗിക്കുമ്പോ അവിടെ വെച്ച് സ്വാമിയുടെ പ്രസംഗം കഴിഞ്ഞ് വേറെ പ്രസംഗം തുടങ്ങിക്കണോ? അപ്പൊ സ്വാമിനെ അടുത്ത് വിളിച്ചിരുത്തുക. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. രണ്ടാമത് കയറിക്കാണ്. ഞാനിവിടെ ഉപയോഗിച്ച ഒരു പദം അല്പം തെറ്റിദ്ധാരണയുണ്ടാക്കും എന്ന് തോന്നുന്നു. അത് തലയ്ക്ക് വെളിവില്ലാത്ത ആള് എന്നൊരു പദമാണ്. കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി. കാര്യം എല്ലാവർക്കും പിടുത്തം കിട്ടി. ഞാൻ കുടുങ്ങിയിട്ടത് പറയണമെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായിണ്ടാവുമല്ലോ. പക്ഷെ ഞാനത് ഈ വേദിയിൽ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതുകൊണ്ട് അത് മറ്റ് വേദികളിൽ ഉപയോഗിക്കാനായി എന്റെ നിഘണ്ടുവിൽ ഏറ്റവും ആദ്യം തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ ആ വാക്ക് ഉണ്ടോ എന്താ പറഞ്ഞത്? മറ്റു വേദികളിൽ എനിക്ക് ഇനി അവസരം കിട്ടിയാൽ ആദ്യമായിട്ട് എന്റെ ഡിക്ഷണറിയിൽ ആദ്യത്തെ പദം ഈ പ്രധാനമന്ത്രിക്കെതിരേക്കായിരിക്കും. പക്ഷെ ഇവിടെ മറ്റു ഉസ്താദിന് വേണ്ടിയിട്ട് തൽക്കാലം ഞാൻ എന്താകുന്നു, പിൻവലിക്കുന്നു. ഇതാണ് ഇവരുടെ ശരീര സംരക്ഷണം. നമ്മളൊന്ന് ഒന്നിച്ചിരിക്കാന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു പറ്റൂല. എന്താ പറ്റില്ല? കാരണം പറഞ്ഞത് കാന്തപുരം പറഞ്ഞെന്താ, കത്ത് എന്ന് ക്ഷണിച്ചില്ല. സമുദായത്തിന്റെ ഒരു പ്രശ്നം അവിടെ നടക്കുമ്പോ ഉസ്താദ് പറയാൻ കത്ത് കിട്ടിയിട്ടില്ല, കത്ത് എന്ന് ക്ഷണിച്ചില്ല. പത്രസമ്മേളനം നടത്തി ഞാൻ പറയാണ് കത്ത് എന്ന് ക്ഷണിച്ചില്ല. ഉസ്താദ് അങ്ങനെ പറഞ്ഞു. ശിഷ്യന്മാർ പറഞ്ഞെന്താ അറിയോ, അതല്ല പ്രശ്നം, മുജാഹിദിന്റെ കൂടെ വേദി വേണമെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, നിങ്ങൾ പലയിടത്തും വേദി പങ്കിട്ടുന്നില്ലേ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചോദിച്ചു, അല്ല നിങ്ങളെ പുതിയാപ്പിള ക്ഷണിക്കുമ്പോൾ ക്ഷണിക്കണമെന്ന് ചോദിച്ചു. അപ്പോ ഇവരെ കൂടുതൽപ്പെട്ട സക്കാഫി ഇപ്പൊ മറുപടിക്ക് ഏക വ്യക്തിയായിട്ട് വരുന്ന സിദ്ദീഖ് സക്കാഫിയാണ്. അദ്ദേഹം മറുപടി പറഞ്ഞ എന്താ അറിയോ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പുതിയാപ്പിള ക്ഷണിക്കുമ്പോൾ ക്ഷണിച്ചാലും ഞങ്ങൾ ഉസ്താദ് വരില്ല. കാരണം അതിന് പറ്റിയ പെണ്ണ് അവിടെ അല്ല. ഞാൻ അപ്പോഴതിന്റെ ഗൗരവം മനസ്സിലാക്കിയത്. കാരണം മുജാഹിദിന്റെ ഇച്ചിരി പങ്കെടുക്കാതിരിക്കില്ല. പിന്നെ എന്താ പ്രശ്നം? പറ്റിയ പെണ്ണില്ല. അപ്പോൾ ഞാൻ എന്റെ പഴയ ഫോട്ടോയൊക്കെ തെരഞ്ഞു നോക്കുമ്പോൾ ഇയാൾ ഇരിക്കുന്ന കുറെ ഫോട്ടോ നോക്കി. അപ്പൊ അതിലപ്പുറത്ത് മുജാഹിദുണ്ട്, ഉപരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് ജമാഅത്തുണ്ട്, ഉപരിക്കുന്നുണ്ട്. അപ്പൊ എന്താ, ആ ഫോട്ടോയിലൊക്കെ ഒപ്പം പെണ്ണുണ്ട്. നോക്കുന്നത് ഹജ്ജ് ക്യാമ്പിന്റെ ഫോട്ടോ ഇട്ടെടുക്കും, കണ്ടോ? ഇപ്പുറത്തിരിക്കുന്ന ആ സിനിമാ നടൻ, ഒരു കുഴപ്പമില്ല ഉസ്താദിന്. ഇപ്പുറത്തൊരു പെണ്ണുണ്ട്, അപ്പൊ ഓക്കെ. നേരെ ബേക്കിൽ മുജാഹിദ് പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് പറപ്പൂര്, അതിന്റെ അപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവ്, അതിന്റെ അപ്പുറത്ത് തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഉസ്താദ് അവിടെ പോയിരുന്നു. സുന്നത്ത് ജമാഅത്തിന് ഒരു കോട്ടമില്ല. സിദ്ദീഖ് സക്കാഫി പറഞ്ഞു പെണ്ണുണ്ടായ മതി. ഇതാണോ നിങ്ങളെ ദീന്? അത് ഞങ്ങൾ പറയല്ല, നിങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് പറയേണ്ടി വന്നൊരു ദുഃഖമുണ്ട്. അല്ല, മുജാഹിദിന്റെ കൂടെ ഇരിക്കൂലെങ്കിൽ എവിടെ ഇരിക്കാൻ പാടില്ലല്ലോ. ഇതിപ്പോ കഴിഞ്ഞതാണ്. ഈ കഴിഞ്ഞ ഹജ്ജ് ക്യാമ്പിന്റെ, ഈ കഴിഞ്ഞ 2016 ഹജ്ജ് ക്യാമ്പിന് ഉസ്താദിന്റെ കൂടെ മുജാഹിദ് ഇരിക്കുന്നു, ജമാഅത്ത് ഇസ്ലാം ഇരിക്കുന്നു, തബ്ലീഗ് ജമാഅത്ത് ഇരിക്കുന്നു, പെണ്ണിരിക്കുന്നു, സിനിമ നടനിരിക്കുന്നു. ഒരു കുഴപ്പമില്ല. എവിടെ ഇരുന്നപ്പോൾ മാത്രം പ്രശ്നം? എവിടെ ഇരുന്നപ്പോൾ മാത്രം പ്രശ്നം? ശരീഅത്ത് സംരക്ഷണത്തിലേക്ക് വിളിച്ചപ്പോൾ മാത്രം പറയുന്നു ഞങ്ങൾ ക്ഷണിക്കേണ്ടതുപോലെ ക്ഷണിച്ചില്ല. മാത്രമല്ല വേറെ സക്കാഫി പ്രസംഗിച്ചെന്താ അറിയോ? അദ്ദേഹം പറഞ്ഞത് ഉസ്താദിന് പറ്റിയ കസാര അവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇവർ പ്രസംഗിച്ചില്ലാന്ന് വിട്ട ക്ലിപ്പിന്റെ കയ്യിലുണ്ട്, എല്ലാം ഉണ്ട്. ഇവര് പ്രസംഗിച്ച നമ്മൾ കളിപ്പിക്കുന്നു. പറ്റിയ കസാര കിട്ടിയില്ല. നിങ്ങൾ ഉസ്താദിന് അങ്ങനെ എങ്ങനെയും പറ്റൂല. ഉസ്താദിന് പറ്റിയ കസാര ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. അത് വന്നിട്ടല്ലേ കസാര ഇടല്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ വേറെ ചിന്താഗതിക്കാരാണ്, ഇതൊക്കെ വേറെ ചിന്തകളാണ്. ഇവർക്കും സമൂഹത്തിന്റെ താല്പര്യമില്ല, സമുദായത്തിന്റെ താല്പര്യമില്ല, പരലോകത്തെ രക്ഷയെക്കുറിച്ചുള്ള ചിന്തയുമില്ല. ഇവർക്കൊക്കെ സ്വന്തം കാര്യം നടക്കണം അത്രമാത്രം. ഇവിടെയാണ് സമസ്ത ഇതിനൊക്കെ വ്യതിരിക്തമാക്കുന്നത്. ഇവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSSF വ്യതിരിക്തമാകുന്നത്. സമുദായത്തെ നേരായ ദിശയിൽ കൊണ്ടുപോകുക. അവിടെ എടുത്തു ചാട്ടമില്ല. നേരത്തെ SKSFന്റെ കാര്യദർശി പറഞ്ഞല്ലോ, എടുത്തു ചാട്ടമില്ല. ഞങ്ങൾ ഇടപെടേണ്ടടുത്ത് ഇടപെടും, അല്ലാതെ എടുത്തു ചാട്ടമില്ല. എന്നാൽ ഇടപെടുന്ന സ്ഥലങ്ങൾ മാറി നിൽക്കുകയുമില്ല, പക്ഷെ അവിവേകം നഷ്ടപ്പെടുകയുമില്ല. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നമ്മൾ ഉറച്ചു നിൽക്കുക, ഈ പ്രസ്ഥാനത്തിന്റെ പ്രചാരകരാകുക.
ഇതിന്റെ മഹാസമ്മേളനം മദീന പാഷൻ നടക്കുമ്പോൾ അതിലൊക്കെ നിങ്ങൾ പങ്കാളികളാകുക. ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി പരമാവധി എല്ലാവരും രംഗത്ത് വരിക. അള്ളാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ സംരംഭം നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിനുവേണ്ടി സഹായിച്ച ഒട്ടേറെ ആളുകളുണ്ട്, അവരെ നീ സഹായിക്കണേ റഹ്മാനെ. അവരുടെ നല്ല ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീ ദൂരീകരിക്കണേ റഹ്മാനെ. കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ റഹ്മാനെ. ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ ഉസ്താദുമാർ, ഞങ്ങൾ നേതാക്കന്മാർ പലരും രോഗികളാണ് റഹ്മാനെ. അള്ളാഹുവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മരണപ്പെട്ടുപോയ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ എല്ലാവരുടെയും നല്ല ലക്ഷ്യങ്ങൾ നിറവേറ്റണേ റഹ്മാനെ. എപ്പോൾ മരിക്കേണ്ടി വരുമ്പോഴും ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സമയം കുറെ വൈകിയതുകൊണ്ട് നിങ്ങളൊക്കെ നേരത്തെ ഇവിടെ റാലിക്കെത്തിയെന്ന് സംഘടന അറിയിച്ചിരുന്നു. അതുകൊണ്ട് ഇനി നീട്ടിക്കൊണ്ട് ഉചിതം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതോടൊപ്പം നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ ഈ സംരംഭം വീക്ഷിച്ച ഒട്ടേറെ ആളുകൾ, അതിനനുസരിച്ച് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ പുളിക്കൽ മേഖല ഇബാദ് ക്യാമ്പ് വരുന്ന 23-ാം തീയതി, ഡിസംബർ 23-ാം തീയതി NIA ക്യാമ്പസിൽ വെച്ച് മഗ്‌രിബിന് ശേഷം നടക്കുന്നതാണ്. എല്ലാവരും സഹകരിക്കണമെന്ന്